വെരി വെരി സോറി ഗൈസ്. ഇന്ന് കുറച്ചധികം പരിപാടികൾ ലൈഫിൽ വന്നുപോയി. ഒന്ന് നമ്മുടെ കേരള ഇൻഫ്ലുവൻസേഴ്സ് കമ്മ്യൂണിറ്റി കിക്ക് സംഘടനയുടെ ജനറൽ ബോഡി മീറ്റിംഗ് ഇന്നാണ്. അപ്പോൾ അത് രാവിലെ മുതൽ വൈകിട്ട് വരെ ഉണ്ടായിരുന്നു. അതിനുശേഷം ക്രിക്കറ്റ് പ്രാക്ടീസ്, ബിക്കോസ് കേരള ക്രിയേറ്റേഴ്സ് എല്ലാവരും കൂടി കൂടിയിട്ടുള്ള ഒരു ടൂർണമെൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈവനിങ് നൈറ്റൊക്കെ അങ്ങനെ പോയി. വീഡിയോ ചെയ്യാൻ പറ്റിയില്ല, വെരി സോറി. നട്ടപ്പാതിരെ വീഡിയോ നിങ്ങൾ ഇതിൽ സംതൃപ്തിപ്പെടണം. അൻവിൻ ജോസ് ഞാൻ കുറച്ചധികം ദിവസമായിട്ട് ചെയ്യണം എന്ന് വിചാരിച്ച ഒരു വീഡിയോ ആണിത്. ഓക്കെ, അപ്പോൾ ഇന്ന് ഇതാണ് ചെയ്യാമെന്ന് വിചാരിച്ചു. അൻവിൻ ജോസ് റിലേറ്റഡ് ആയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ, യൂട്യൂബ് വേൾഡിൽ ഈ സംഗതി അത്രത്തോളം ഓഡബിൾ കണ്ടൻറ് അല്ലെങ്കിലും ഇൻസ്റ്റാഗ്രാമിൽ ഒരു കാലത്ത് അൻവിൻ ജോസിൻ്റെ റിയൽ ലൈഫ് എക്സാജുറേറ്റഡ്, എന്താ പറയുക, ജെൻസി ക്രൗഡിനെ ഭയങ്കരമായിട്ട് ആകർഷിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഡോഗ്, കാറ്, ഹാഷ് ബുഷ് ലൈഫ്, സ്പെൻഡിങ് മണി, ലൈക്ക് ഒരു ഭയങ്കര എന്താ പറയുക, ചെറിയ വയസ്സിൽ തന്നെ റിട്ടയർമെൻറ്റ് എടുത്ത് ഞാൻ എല്ലാം അച്ചീവ് ചെയ്തു എന്ന് പറഞ്ഞ് ലൈഫ് സ്റ്റൈൽ കാണിച്ച് ജെൻസിയെ ഭയങ്കരമായിട്ട് ത്രില്ലടിപ്പിച്ച അൻവിൻ ജോസ്. അതിനുശേഷം ഡ്രേക്ക് അടക്കമുള്ളവരെടുത്തിട്ട് എയറിലടിച്ച അൻവിൻ ജോസ്. അൻവിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ അപ്ഡേറ്റ്സ് ഒന്നും കുറച്ച് കാലമായിട്ട് അൻവിനെ കുറിച്ച് ഉണ്ടായിരുന്നില്ല. പിന്നെ എൻ്റെ അടുത്ത് ഒന്ന് രണ്ട് പേരിങ്ങനെ അൻവിൻ റിലേറ്റഡ് ആയിട്ട് ഓട്ടോസ്പാ, അൻവിൻ്റെ സംരംഭമായ ഓട്ടോസ്പാ റിലേറ്റഡ് ആയിട്ട് കുറച്ചധികം കാര്യങ്ങളുണ്ട് ഞങ്ങൾക്ക് സംസാരിക്കാൻ എന്ന് പറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു. സോ ആ ടൈം മുതൽ ഐ വാസ് ലൈക്ക്, ഞാൻ അവരെ കേൾക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അവർ അവരുടേതായിട്ടുള്ള രീതിയിലുള്ള പ്രൂഫുകൾ, അവരുടെ ആയിട്ടുള്ള എൻ്റെ കോൺവെർസേഷൻസ് ആൻഡ് അവരെന്നെ റിലീസ് ചെയ്യും, അല്ലെങ്കിൽ അവരെന്നെ കാര്യങ്ങൾ തുറന്നു പറയും എന്ന് പറഞ്ഞൊരു വീഡിയോ. ആ വീഡിയോ ഇപ്പോൾ റീസെൻ്റ്ലി വരും. അപ്പോൾ അതിന് മുമ്പ് തന്നെ ഇന്ന് അൻവിനിട്ടൊരു വീഡിയോ ഉണ്ട്. അൻവിനെ കുറേ പേര് ടാർഗറ്റ് ചെയ്യുന്നു, അൻവിനെ തകർക്കാൻ നോക്കുന്നു, ഇങ്ങനത്തെ ഒരു ലൈൻ ഓഫ് സാധനം. അപ്പോൾ ഞാൻ വിചാരിച്ചു ആ വീഡിയോ വന്നതുകൊണ്ട് തന്നെ ഇന്ന് ഈ സാധനം ചെയ്യാം. ഓക്കെ, ഞാൻ ബൈ ദ വേ അൻവിൻ്റെ വീഡിയോ ചെയ്യുമ്പോഴൊക്കെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. അൻവിൻ കേരളത്തിനകത്ത് മലയാളികളുടെ ഇടയിൽ ഇവിടെ ഈ മണ്ണിലിരുന്ന് സ്കാം ചെയ്ത് വലിയൊരു സ്കാം അടിച്ച മനുഷ്യനോ അല്ലെങ്കിൽ കേസുള്ള ഒരാളോ അല്ല. ഓക്കെ, എബ്രോഡിൽ അൻവിൻ കുറച്ച് മലയാളികളുമായിട്ട് ബിസിനസ്സും പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നു, പാർട്ട്ണർഷിപ്പ് ബിസിനസ്സും അതും ഇതും കമ്പനിയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നു. അവിടെയും മലയാളികളല്ലേ. അപ്പോൾ അവരുടെ ഇടയിൽ ഇതൊരു പൊട്ടൻഷ്യലി സ്കാമായിട്ട് വളർന്ന ഒരു ബിസിനസ്സായിരുന്നു ഈ ഓട്ടോസ്പാ എന്നുള്ളത്. ഒരു പൊട്ടൻഷ്യലി സ്കാമർ ആവാൻ, ഒരു പൊട്ടൻഷ്യൽ സ്കാം ചെയ്യാൻ കപ്പാസിറ്റിയുള്ള ഒരു ബോംബാണ് അൻവിൻ എന്നുള്ളത്. അന്നേ ഞാൻ വീഡിയോയിൽ പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യമാണ്. അത് ഏത് രീതിയിൽ ഏത് രൂപത്തിൽ വരും എന്നുള്ളത് നമുക്ക് ഫ്യൂച്ചറിൽ കണ്ടറിയാം എന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നൗ ഇറ്റ്സ് ദെയർ. തന്നെ അൻവിൻ ഇന്നിട്ട വീഡിയോ നമുക്ക് ആദ്യം പ്ലേ ചെയ്യാം. മീറ്റ് മിസ്റ്റർ അൻവിൻ ജോസ്. അൻവിൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇൻസ്റ്റാഗ്രാമിൽ എനിക്കെതിരെ വന്ന ഒരു പവർഫുൾ വീഡിയോ ആണത്. അത്രയ്ക്ക് ശക്തമായി എനിക്കെതിരെ സംസാരിച്ച അനന്ത് സുൽജിത്ത് എന്തുകൊണ്ട് വേറെ വീഡിയോസ് ഒന്നും ചെയ്തില്ല? ഞാനൊരു ഡൗട്ട് ചോദിക്കട്ടെ. എന്നെ അറിയാത്ത ഒരാൾ എന്നെ പറ്റി വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് ദേഷ്യം തോന്നുന്നത് അയാളോടാണോ, അതോ എന്നെ കുറിച്ച് ഫാബ്രിക്കേറ്റഡ് പ്രൂഫ്സ് എല്ലാം അനന്തുവിന് അയച്ചു കൊടുത്ത വ്യക്തിയോടാണോ? യെസ്, മീറ്റ് മിസ്റ്റർ അശ്വിൻ വർഗീസ് ജോൺ. കഴിഞ്ഞ 10 മാസങ്ങളായിട്ട് പലരെയും മുന്നിൽ നിർത്തി എനിക്കെതിരെ ബിഹൈൻഡ് ദ സീൻസ് കളിച്ചുകൊണ്ടിരിക്കുന്ന ആള്. അനന്തുവിന്റെ ആദ്യത്തെ വീഡിയോ വരുന്നതിന് മുമ്പ് എന്നോട് സംസാരിക്കണമെന്ന് അനന്തു ആവശ്യപ്പെട്ടപ്പോൾ പോലും അത് സമ്മതിക്കാതെ തന്ത്രപരമായി അത് ഒഴിവാക്കിക്കൊണ്ട് എന്റെ തകർച്ച ആസ്വദിക്കുകയായിരുന്നു അശ്വിൻ ജോൺ. അനന്ത് സുൽജിത്ത് വീഡിയോ സ്റ്റോപ്പ് ചെയ്തതിന്റെ പേരിൽ ഒരു ഫീമെയിൽ ഇൻഫ്ലുവൻസറെ വിളിച്ചിട്ട് എനിക്കെതിരെ ഫേക്ക് ഹറാസ്മെന്റ് കേസ് കൊടുക്കാവുന്ന ഒരു അശ്വിൻ ജോൺ ചോദിച്ചു. ഞാൻ ഈ പറയുന്ന കള്ളമാണെങ്കിൽ ഐ ഡെയർ അശ്വിൻ ടു ബ്രിങ് അപ്പ് എ ചലഞ്ച് അഗെയിൻസ്റ്റ് ദിസ്. പ്രൂഫ് ഞാൻ നിരത്തി തരാം. ഇത് വെറുതെ ഇവിടുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമല്ല. എനിക്കെതിരെയും എന്റെ കമ്പനികൾക്കെതിരെയും ഇത്രയും പേരെ കൊണ്ട് കള്ളം പറയിപ്പിച്ച് അശ്വിൻ പറഞ്ഞെന്ന് കേട്ടു നോക്കി. ഞാൻ പിന്നെ കുറച്ച് എന്റെ ബിസിനസ് പുഷ് ചെയ്തില്ല. എങ്ങനെ കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ, വേണ്ടാരം. ഇവൻ ഈ പറയുന്ന പോലെ റവന്യൂ ഒക്കെ ഉണ്ടെങ്കിൽ ഇവന്റെ ബിസിനസ് കിട്ടിയാൽ തന്നെ എനിക്ക് ചോദിക്കണ്ട. അണ്ണൻ്റെ കൂടെ ഒരു പോഡ്കാസ്റ്റ് കിട്ടിയാൽ കത്തും. എന്റെ കമ്പനിയുടെ ഇൻകം ഫയലിംഗ് ആണ് പുള്ളിയുടെ സെറ്റിൽമെന്റ്. പിന്നെ എന്തിനായിരിക്കും പുള്ളിക്ക് എന്നോട് ഇത്ര വിരോധം? ബാക്കിൽ നിന്ന് കളിക്കുമ്പോൾ ഇറ്റ് ഫീൽസ് മോർ ലൈക്ക് എ പിംപ് അല്ലേ? ഇനി പോഡ്കാസ്റ്റ് കൊടുക്കാത്തതിന് ദേഷ്യമാണോ? കോൾ മീ എ സ്കാമർ. ബട്ട് വൈ ഇസ് നോ വൺ ഫയലിംഗ് എ കേസ് അഗെയിൻസ്റ്റ് മീ? എവിടെ വിക്ടിംസ്? എവിടെ? ഓട്ടോസ്പാ എക്സ്പ്രസിലെ കുറച്ച് വ്യക്തികൾ വളരെ റീസെന്റ് ആയിട്ട് എനിക്കെതിരെ വീഡിയോസ് ഇട്ട് തുടങ്ങി. അവരാണോ വിക്ടിംസ്? അതിൽ 4 പേർക്കാണ് പ്രധാനമായിട്ടും പ്രശ്നമുള്ളത്. അച്ഛൻ ജയിലിലാന്ന് എന്റെ അടുത്ത് കള്ളം പറഞ്ഞ് പൈസ റീഫണ്ട് കളക്ട് ചെയ്ത സൂരജ് കൊടക്കാട്ട്, വൈകിട്ട് പബ്ജി കളിക്കാൻ വേണ്ടി വർക്കിന് പോവാതിരിക്കുന്ന ഡിബു പരിയാരത്ത്, ഓട്ടോസ്പാ എക്സ്പ്രസിന്റെ വാനുകൾ ഇപ്പോഴും കൈവശം വെച്ചിട്ട് റീഫണ്ട് ചോദിക്കുന്ന 3 പേര്, അമൽ റോയ്, ഗാവിൻ ജോസഫ്, ഹാരിസ് വാട്ടെവർ. നിങ്ങൾ ആ ഫണ്ട് എനിക്ക് പേഴ്സണലി അയച്ചു തന്നെന്നും പറഞ്ഞ് കോടതിയെ കബളിപ്പിച്ച് എനിക്ക് ഒരു ലെറ്റർ വന്നിട്ടുണ്ട്. അതിന് മറുപടി ഞാൻ അയച്ചിട്ടുണ്ട്. ഇനി എനിക്കെതിരെ ആരെങ്കിലും വീഡിയോ ചെയ്യാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ചോദിക്കും, ഞാൻ ലെറ്റർ അയച്ചുതരാം. കഴിഞ്ഞ ജാനുവരി നടത്തിയ ഓട്ടോസ്പാ എക്സ്പ്രസ് മീറ്റിംഗ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞ കാര്യമാണ്, വിസ വേണമെങ്കിൽ മിനിമം 5000 രൂപയുടെ റവന്യൂ എങ്കിലും വേണമെന്നുള്ളത്. ആ പറഞ്ഞ ക്ലിപ്പൊക്കെ നിങ്ങൾ റീസെന്റ് ഇട്ട വീഡിയോയിൽ ആഡ് ചെയ്യായിരുന്നത് പേടിയാ?
അതുപോലെ തന്നെ അനന്ത് സുൽജിത്തിന്റെ വീഡിയോ ജാനുവരി മാസം വന്ന സമയത്ത് ഞാൻ പറഞ്ഞതാ, ആ മീറ്റിംഗ് വെച്ചിട്ട് ആർക്ക് വേണമെങ്കിലും ഈ സ്പോട്ടിൽ ഓട്ടോസ്പ ക്യാൻസൽ ചെയ്ത് പോവാന്നുള്ളത്. ആരും പോയില്ല. പിന്നെന്ത് പറ്റി? നിങ്ങൾ 4 പേര് ഇൻസ്റ്റാഗ്രാമിൽ എനിക്കെതിരെ വീഡിയോ ചെയ്തുകൊണ്ട് തന്നെ ഇരുന്നോ? അത് തന്നെയാണ് എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ തെളിവ്. ഈ വീഡിയോ ഇവിടെ കൊണ്ട് തീരുന്നില്ല. അശ്വിൻ വർഗീസ് ജോൺ ഒറ്റയ്ക്കായിരുന്നില്ല എനിക്കെതിരെ കളിച്ചത്. ബിഹൈൻഡ് ദ സീനിൽ UK വേറെ വലിയൊരു ഇൻഫ്ലുവൻസർ, ഹയർ എഡ്യൂക്കേഷന്റെ പേരും പറഞ്ഞ് നാട്ടിൽ നിന്ന് പിള്ളേർക്ക് കള്ള സർട്ടിഫിക്കറ്റ് അടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരുന്ന ഒരു കുഞ്ഞു കള്ളൻ. പുള്ളിയുടെയും കൂടെ റിവീലിംഗ് വേണമെങ്കിൽ പറഞ്ഞോ, ഇപ്പൊ ടൈമില്ല, അടുത്ത വീഡിയോ തരാം. അശ്വിനെ പോലെ തന്നെ ബിഹൈൻഡ് ദ സീനിൽ എന്നെ തകർക്കാൻ നോക്കുന്ന ഒരുപാട് പേര് UK എനിക്കറിയാം. നിങ്ങൾ എന്റെ നാശം കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. എത്ര വേണമെങ്കിലും ശ്രമിച്ചോ, ഞാൻ ഇനിയും ബിസിനസ് ചെയ്ത് തന്നെ ജീവിക്കും. സ്നേഹം പരക്കട്ടെ, സ്നേഹം മാത്രം പരക്കട്ടെ. ഓക്കെ, അപ്പോൾ സ്നേഹം പരക്കാൻ വേണ്ടി, പകർത്താൻ വേണ്ടി, പരത്താൻ വേണ്ടിയൊക്കെ നടക്കുന്ന അശ്വിനോട്, അൻവിനോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചെങ്കിൽ, എല്ലാത്തിനും ഒരു ക്ലാരിറ്റി വേണം. ഓക്കെ, അൻവിൻ വീഡിയോ നന്നായിട്ട് എഡിറ്റ് ചെയ്യുന്നുണ്ട്. ഐ ഹാവ് സീൻ ദിസ് പാറ്റേൺ. ഓക്കെ, അത് വിട്. ഇതിനകത്ത് എന്താ വിഷയം എന്നറിയോ? അൻവിൻ ജോസ് ബിസിനസ് ചെയ്ത് ജീവിച്ചോ, പക്ഷെ ചെയ്യുന്ന ബിസിനസ്സിനൊരു ക്ലാരിറ്റി നിങ്ങളുടെ പാർട്ട്നേഴ്സിന് കൊടുക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ മെയിൻ. ഇപ്പം ഇതിനകത്ത് വന്നിട്ട് UK ബേസ്ഡ് ഇൻഫ്ലുവൻസർ, പിന്നെ വേറെ ഏതോ ഒരു അശ്വിൻ, ഇങ്ങനത്തെ ഒക്കെ കുറേ ആൾക്കാരെ പിടിച്ചിട്ടിട്ട് ഇതിനകത്ത് സംസാരിക്കുന്നുണ്ട് അൻവിൻ. ഓക്കെ, സംസാരിച്ചു. കാരണം അൻവിനെതിരെ ഇവരെ ഏതെങ്കിലും രീതിയിലൊരു ഗൂഢാലോചന നടത്തി എന്ന് അൻവിന് പറയാൻ പറ്റുമെങ്കിൽ ഈ അശ്വിനെതിരെയുള്ള തെളിവുകൾ നിങ്ങൾക്ക് നിരത്താം. അതേപോലെ UK ബേസ്ഡ് വേറെ ഏതോ ചങ്ങായിക്ക് പറയുന്നുണ്ട്, ഏതൊരു അബ്രോഡ് കൺസൾട്ടേഷൻ എന്ന് പറഞ്ഞിട്ട് അത് നിരത്താം, അതൊക്കെ ചെയ്യാം. ബട്ട് എനിക്ക് ഈ റീല് മോറോ ലൈക്ക് എന്താ തോന്നി അറിയോ, ഒരു കവറപ്പാണ്. അതായത് ഓട്ടോസ്പാ എന്ന് പറഞ്ഞ നിങ്ങളുടെ സംരംഭം, ഈ സംരംഭത്തിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ മുടക്കി ഈ ഐറ്റം മേടിച്ചു കൊണ്ടുപോയ ആളുകളിൽ പലരും ഈ സാധനം തിരിച്ചു തന്നിട്ട് റീഫണ്ട് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ കൈമലർത്തുകയാണ്. ഒന്ന്, ജാനുവരിയിലാണ് നിങ്ങൾ ഈ 5000 പൗണ്ടിൻ്റെ കാര്യം പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അത് ഈ വീഡിയോയിൽ ക്ലിയർ അല്ലേ? ഇത് വിസ വേണമെങ്കിൽ. ശരിക്കും ഇവരൊക്കെ ഈ ഒരു ഓട്ടോസ്പായിലേക്ക് ചാടി വീണത് തന്നെ നിങ്ങളുടെ വിസ കൊടുപ്പിൻ്റെ കഥ കേട്ടിട്ടാണ്. ഓക്കെ, വളരെ ക്ലിയർ ആയിട്ട് അവരൊക്കെ പറയുന്നുമുണ്ട്. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ യു ആർ വെരി മച്ച് റെസ്പോൺസിബിൾ. ഈ ആളുകൾക്ക് കൃത്യമായിട്ട് റീഫണ്ട് കൊടുക്കുക എന്നുള്ളത്. അല്ല അവരിട്ട് തട്ടിക്കളിച്ചിട്ട് കാര്യമില്ലല്ലോ അൻവിനോട് ഓട്ടോസ്പാൻ്റെ ആളുകൾ റീഫണ്ട് അവരുടെ വിഷയങ്ങൾ പറയുമ്പോൾ അവരുടെ പിന്നിലും വേറെ ഗൂഢസംഘമാണെന്ന് പറയുമ്പോൾ അതിനെന്തൊക്കെയോ ഉണ്ട് അല്ലേ? പിന്നെ കേസില്ല, കൂട്ടമില്ല എന്നൊക്കെ പറയുമ്പോൾ CCJ, ഓക്കെ, കൺട്രി കോർട്ട് ജഡ്ജ്മെൻറ്റ്, ഈ കൺട്രി കോർട്ട് ജഡ്ജ്മെൻറ്റിൽ ഓൾറെഡി ഓട്ടോസ്പാ എക്സ്പ്രസ്സിനെതിരെ കേസ് ജയിച്ച ഒരു വിധിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലോ. അതെങ്ങനെ വന്നു എന്നുള്ളതും കൂടി ഒന്ന് വളരെ വ്യക്തമാക്കിയിട്ട് അൻവിൻ അടുത്ത വീഡിയോയിലൊന്ന് പറഞ്ഞാൽ കൊള്ളാം. ഓക്കെ, അപ്പം ഞാൻ എന്താണെങ്കിലും ഈ ഒരു പർട്ടിക്കുലർ വിഷയത്തിൽ എന്നെ കോണ്ടാക്ട് ചെയ്ത്, അതായത് ഈ വീഡിയോനകത്ത് അൻവിൻ വെച്ചിട്ടുള്ള വ്യക്തികളിൽ ഒരാൾ എന്നെ കോണ്ടാക്ട് ചെയ്ത് ഞാൻ ആ വ്യക്തിയായിട്ട് സംസാരിച്ചതിൻ്റെ ഒരു ഓഡിയോ ക്ലിപ്പ് ഞാനിവിടെ വെക്കുന്നുണ്ട്. ഓക്കെ, അത് വെക്കുന്നതിന് മുമ്പ് ഇന്ന് അൻവിൻ്റെ വീഡിയോ വന്നതിന് ശേഷം അൻവിനെ കുറിച്ചുള്ള റീൽ വീഡിയോസ് വരുന്ന റിട്ടയർമെൻറ്റ് ലൈഫ് എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജിൽ വന്ന് പോസ്റ്റ് ചെയ്യാനുള്ള സൈഡിൽ വയ്ക്കാം. ഫോർ ദ പബ്ലിക് റെക്കോർഡ്, ദ നറേറ്റീവ് പ്രസൻറ്റഡ് ഇൻ അൻവിൻസ് വീഡിയോ റിലൈസ് entirely on emotional appeal and misdirection, offering zero documentary evidence to counter the serious inquiries raised against his operations, framing valid evidences based scrutiny as a miscellaneous attempt at a downfall is a clean attempt to distract the public from the core issue. യെസ്, അതാ ഞാൻ പറഞ്ഞത്. കോർ ഇഷ്യൂ എന്ന് പറയുന്നത് ഓട്ടോസ്പായിൽ ആളുകൾക്ക് തിരിച്ച് അവരുടെ ഫണ്ട് റീഫണ്ട് ചെയ്യാത്തതും അവർക്ക് നിങ്ങൾ ഓഫർ ചെയ്ത് അവരുടെ വിസ പുതുക്കി കൊടുക്കുന്ന പരിപാടി ചെയ്യാത്തതൊക്കെയാണ്. അതൊക്കെ മിസ്ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിരുന്ന് 4 പേര് പറഞ്ഞ് ഇവരെന്നെ തകർക്കാൻ നോക്കുന്നു എന്ന് പറഞ്ഞ് അത് പോകുന്നതല്ല ഒരു ബിസിനസ്സുകാരൻ ചെയ്യേണ്ടത് എന്നുള്ളത് ആദ്യം അൻവിൻ മനസ്സിലാക്കുക. ഓക്കെ, വെരിഫയബിൾ ട്രൂത്ത് റിലൈസ് ഓൺ ഒഫീഷ്യൽ ഡോക്യുമെൻറ്റ്സ്, നോട്ട് ഡയലോഗ്. Until legal verified proof is presented to support your claims, your statements remain an exercise in public misdirection. Our invitation for a formal legal reserve remains open എന്ന് പറഞ്ഞിട്ട് ഇവരൊരു വീഡിയോ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് തന്നെ വളരെ ക്ലിയറാണ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ
അൻവിൻ ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടപ്പ് പരിപാടി തുടങ്ങുന്നു. ഇത് ഞാൻ വളരെ ചുരുക്കത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ, ഈ വിഷയം അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം. അൻവിൻ ഒരു ഓട്ടോസ്പാ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ബിൽഡ് ചെയ്യുന്നു. നമ്മുടെ ഡീറ്റെയിലിംഗ്, കാർ വാഷിംഗ് പരിപാടികളൊക്കെ ഒരു വണ്ടിക്കകത്ത്, ഇപ്പോൾ ഒരു കാർ വാഷ് സെറ്റപ്പ് നമ്മുടെ നാട്ടിൽ കാണുന്ന കട പോലത്തെ സെറ്റപ്പ് ഒരു കാറിനകത്ത്, വാനിനകത്ത് ആക്കിയിട്ട് വീട് വീടാന്തരം കയറിയിട്ട് അബ്രോഡ് വരെ എന്ത് ചെയ്യണം, ഈ സാധനങ്ങൾ ഇങ്ങനെ മറ്റേ ലിറ്ററലി വീട്ടിൽ കയറി ചോദിക്കുന്ന പരിപാടി. മനസ്സിലായോ? അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എൻ്റെ വോയിസിലുണ്ട്, അതവിടെ പ്ലേ ആവും ഇത് കഴിഞ്ഞിട്ട്. ഞാൻ ചെറുതായിട്ട് പറഞ്ഞുതരാം. ഇങ്ങനത്തെ ഒരു വാൻ സെറ്റപ്പ് ഉണ്ടാക്കുന്നു, അതൊരു കോൺസെപ്റ്റ് ബിൽഡ് ചെയ്യുന്നു, ആ കോൺസെപ്റ്റ് വിൽക്കുന്നു. ആദ്യം ഇനീഷ്യലി ഒരു 5-6 പേർക്ക് വിൽക്കുന്നു, അത് കഴിഞ്ഞിട്ട് വേറെ കുറേ ആൾക്കാർക്ക് വിൽക്കുന്നു. ഇത് ഇന്ത്യൻ മണി അറൗണ്ട് അന്ന് വിറ്റത് ഒരു 14-15 ലക്ഷത്തിൻ്റെ ഉള്ളിലാണ്, കുറച്ച് ഒരു 1-1.5 വർഷം മുമ്പ്. ഇപ്പോൾ വിൽക്കുന്നത് ഒരു 18-20 ലക്ഷത്തിൻ്റെ ഉള്ളിലാണ് ഈ സാധനം വിൽക്കുന്നത് അവിടെ. അതായത് കൊടുക്കുകയാണ്, വിൽക്കുക ഇൻ ദ സെൻസ്, ഈ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവില്ല ഒരു ബ്രാൻഡ്, പെർട്ടിക്കുലർ ബ്രാൻഡ്, അവരുടെ ബ്രാൻഡ് അങ്ങോട്ട് കൊടുക്കുകയാണ്, ഒരു മറ്റേ ബ്രാഞ്ച് തുടങ്ങാൻ വേണ്ടിയിട്ട്. അതുപോലത്തെ സെറ്റപ്പാണ്. വിൽക്കുക ഇൻ ദ സെൻസ് ഒരു ബ്രാഞ്ച് തുടങ്ങാൻ വേണ്ടിയിട്ട് പെർമിഷൻ കൊടുക്കുക. ഇത് വാങ്ങുന്നവർ ഈ കാശ് കൊടുത്തിട്ട് ഈ വാന് മേടിച്ചിട്ട് ഈ വാനൊന്നും ഇവരെ പേരിക്ക് മാറുമില്ല. ഓക്കെ, ഇതിൻ്റെ ഓണർഷിപ്പൊക്കെ അൻവിനും കമ്പനിയായിട്ട് തന്നെ റിമൈൻ ചെയ്യും. ഇന്ന് ഇതിന് ആവശ്യമുള്ള ഫെസിലിറ്റീസും നല്ല വാനുമാണോ കൊടുക്കുന്നത്? അതൊക്കെ അല്ല വാനും. സെക്കൻഡ് ഹാൻഡ് വാന് കുറേ മൈൽസ് ഓടിയ വാൻ എടുത്തിട്ട് ഇങ്ങനെ റിപ്പയർ ചെയ്തിട്ട് ഈ അൻവിൻ എന്ത് ചെയ്യുന്നത്, ആളുകൾക്ക് സ്പ്രേ പെയിൻറ്റ് അടിച്ച് സാധനം അടിച്ചിട്ട് ഇതിൻ്റെ ഡീറ്റെയിലിംഗ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഈ സാധനം കൊടുക്കുകയാണ്. ഇത് കൊടുത്തതിന് ശേഷം പോണ വാഗ്ദാനങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങളെ ഞാൻ ചേർത്ത് പിടിക്കും, നിങ്ങളെ വിസ കഴിയാനായി ഞാൻ സെറ്റപ്പാക്കി തരും, നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രൊമോഷൻസ്. ഇതൊരു എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്ന ഒരു കമ്പനിയാണ്. എന്ത് ചോദിച്ചാലും ഒരു മാഞ്ചസ്റ്ററിലുള്ള ടീം, അവർ അടിപൊളിയാണ്, സൂപ്പറാണ് എന്നിട്ട് അവരുടെ P&L ഒക്കെ എടുത്ത് കാണിക്കും, അവരുടെ വർക്കിംഗ് സ്ട്രക്ചർ എടുത്ത് കാണിക്കും. എന്നിട്ട് ബാക്കിയുള്ളവരുടെ നിന്ന് കാശ് മേടിച്ചിട്ട് അവരെ ഇൻവെസ്റ്റ് ചെയ്യിച്ചിട്ട് അവരെ ഈ വണ്ടിയും കൊടുത്ത് വിടും. ലിറ്ററലി അവർക്ക് ഇപ്പോൾ ഈ വണ്ടി കയ്യിലുള്ളവർ കുറേ പേര് പറയുന്നത് ഇവരുടെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കയ്യിലുണ്ടായ സമയത്ത് വീട് വീടാന്തരം ഈ ഫ്ലെയറില്ലേ, നോട്ടീസ്, ഇത് കൊടുത്തിട്ട് ഈ സായിപ്പന്മാരെ വീട്ടിൽ കയറി ഇറങ്ങുന്ന പരിപാടി. എത്ര പേര് ഒരു ബ്രൗൺ ആയിട്ടുള്ളൊരു വ്യക്തി അവിടെ സായിപ്പിൻ്റെ വീട്ടിൽ ഈ ഫ്ലെയർ കൊടുക്കാൻ കയറി ആട്ടി ഓടിക്കും. നമ്മളെ നാട്ടിൽ വന്നാലേ ഓടിച്ചു വിടും, ആരെങ്കിലും മൈൻഡ് ചെയ്യുമോ? അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഒരു രീതിയിലും ഒരു കമ്പനി നടന്നു പോകുന്ന സ്ട്രക്ചറിലൊന്നും അൻവിൻ ഒരു സാധനവും ചെയ്തിട്ടില്ല. ഓക്കെ, എൻഡ് ഓഫ് ദ ഡേ ഒരു കോൺസെപ്റ്റ് ബിൽഡ് ചെയ്തു, അതിൽ കുറച്ച് വണ്ടി ഉണ്ടാക്കി കുറച്ച് പേർക്ക് കൊടുത്തു. മാഞ്ചസ്റ്ററിലൊരു ടീം അത് നന്നായിട്ട് അവരുടെ ഹാർഡ് വർക്ക് കൊണ്ട് അവരെന്ത് ചെയ്തു, അതിൽ കുറേ പ്രോഫിറ്റ് ഉണ്ടാക്കി, അല്ലെങ്കിൽ അവർ അടിപൊളിയായിട്ട് കൊണ്ട് നടക്കുന്നൊരു സ്ട്രക്ചർ അവർ ബിൽഡ് ചെയ്തെടുത്തു. അത് അവരുടെ ഹാർഡ് വർക്കാണ്, അതിൽ അൻവിനൊരു റോളും ഇല്ല അതിനകത്ത്. അതിൻ്റെ കോൺസെപ്റ്റ് മാത്രമാണ്. ആ കോൺസെപ്റ്റ് അവർ എസ്റ്റാബ്ലിഷ് ചെയ്തത് അവരാണ്. അത് കാണിച്ച് വേറെ ആൾക്കാരുടെ കയ്യിൽ നിന്ന് കുറേ കാശും മേടിച്ച് അവർ ഈ പറഞ്ഞ പോലെ ആക്കി കൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ എൻഡ് ഓഫ് ദ ഡേ അവർക്കിത് പറ്റുന്നില്ല എന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് വെച്ചിട്ട് കാശ് തിരിച്ചു വയ്ക്കുമ്പോൾ, അതായത് ആ വണ്ടി തിരിച്ചു കൊടുത്ത് കാശ് തിരിച്ചു വയ്ക്കുമ്പോൾ അത് കൊടുക്കണം. അത് കൊടുക്കുന്നില്ല. ഇതാണ് ഇതിൻ്റെ ഒരു ചുരുക്കം. ഇനി നിങ്ങൾ എന്ത് ചെയ്തോ, ഞാനും ഈ അൻവിൻ്റെ കയ്യിൽ നിന്ന് ഓട്ടോസ്പാൻ്റെ ഈ സാധനം മേടിച്ച് ഇതിൻ്റെ ഒരു ഡീല് മേടിച്ച ചങ്ങാതി, ഒരു പാർട്ട്ണറും കൂടി സംസാരിക്കുന്നതിൻ്റെ വോയിസാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. ബ്രോ, ഹലോ. പിന്നെ ഈ നിങ്ങൾ അൻവിൻ്റെ കൂടെ ബിസിനസ് ചെയ്യാൻ തുടങ്ങുന്നത് ഫസ്റ്റ് ബാച്ചിലുള്ള ഓട്ടോ എടുത്തിട്ടാണോ? അല്ല, ഞങ്ങൾ സെക്കൻഡ് ബാച്ചാ. സെക്കൻഡ്. ഈ ഫസ്റ്റ് ബാച്ചിലുള്ളവർക്ക് ആർക്കെങ്കിലും ഇതിലൊരു വിഷയങ്ങളുണ്ടോ? ഫസ്റ്റ് ബാച്ചില് ഒരു 4 ടീമാണ് ഉണ്ടായിരുന്നത്. അതില് ഒരു ടീമാണ് പുള്ളിക്ക് അഗെയിൻസ്റ്റ് ഓൾറെഡി ഒരു ഫൈനാൻഷ്യൽ ക്ലെയിം കേസ് ജയിച്ചിട്ട് അതിന്റെ ജഡ്ജ്മെന്റ് ആയിരിക്കുന്നത്. ഫസ്റ്റിലെ 2 ടീം. ഇവൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഇവനെതിരെ ഒരു കേസും ഇല്ല. കേസ് ഉണ്ടല്ലോ, കേസിന്റെ ഉണ്ടായിട്ട് ജയിച്ച ഒരു നമുക്കിത് പബ്ലിക് റെക്കോർഡാണ്. ഞാൻ വേറൊരു പേജിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ആർക്കും വേണമെങ്കിലും പബ്ലിക്കിൽ എടുത്തു നോക്കാവുന്നതാണ്. അവൻ അഗെയിൻസ്റ്റ് ആയിട്ടുള്ള 2 ഫൈനാൻഷ്യൽ കേസസ് ജയിച്ച ജഡ്ജ്മെന്റ് ആണ്. ഫൈനാൻഷ്യൽ കേസിന് പോകാനുള്ള കാരണം ഇവൻ റീഫണ്ട് തിരിച്ചു കൊടുക്കാത്ത കാരണം. ഇവൻ നിങ്ങളെ ടേംസ് ആൻഡ് കണ്ടീഷൻ എന്താ റീഫണ്ടിന്റെ? സോ ഇവനൊരു കോൺട്രാക്ട് എന്ന് പറഞ്ഞൊരു സാധനം നമ്മളെ കൊണ്ട് ഒപ്പിടിക്കും, വായിച്ചു പോലും നോക്കാതെ. അതില് അപ്പൊ അത് തരുന്നത് തന്നെ നമ്മളുടെ കയ്യിൽ നിന്ന് ഫുൾ എമൗണ്ടും വാങ്ങി വണ്ടി നമ്മൾക്ക് തന്നു കഴിഞ്ഞിട്ടാണ് ആ കോൺട്രാക്ട് ഒപ്പിടിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഇത് ചോദിച്ചില്ലേ? അപ്പൊ ഈ പരിപാടിക്ക് ഞങ്ങൾക്ക് വക്കീലിനെ കാണിക്കണമെന്ന് പറഞ്ഞു. പക്ഷെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ സംസാരിച്ച് ഇവൻ ഒരു
നാക്കിൽ നമ്മളെ കൊണ്ട് ഒപ്പിടിച്ചെടുക്കും. അത് ലിറ്ററലി എല്ലാ ഫ്രാഞ്ചൈസിക്കാർക്കും അങ്ങനെ സെയിം സിറ്റുവേഷൻ ആണ്. ഓക്കെ ബ്രോ, എത്ര രൂപയ്ക്കാ എടുത്തേ? ഫുൾ എമൗണ്ട് എന്ന് പറയുന്നത് 18,300 ആണ് ഫുള്ളി വിൽക്കുന്നത്. ഞാൻ പാർട്ട് ബൈ പാർട്ട് ആയിട്ട് ഇവിടെ 16,000 പൗണ്ട്സും പിന്നെ നാട്ടിൽ 2 ലക്ഷം അങ്ങനെ പല ഇതിലാ കൊടുത്തത്. നാട്ടിൽ 2 ലക്ഷം പിന്നെ റെക്കോർഡിൽ വരില്ല, കാരണം ഇവിടെ കൊടുത്തത് ഇനിയിപ്പോ കണക്കിൽ വരുള്ളൂ. ഓക്കെ, അപ്പൊ എത്രയോ കൊടുത്ത ടോട്ടൽ? അപ്പൊ ഒരു നാട്ടിലൊരു എസ്റ്റിമേറ്റഡ് എമൗണ്ട് നമ്മള് 17,000 പൗണ്ട്സ് കൊടുത്തിട്ടുണ്ട് എന്തായാലും. അപ്പൊ നാട്ടിലെ എത്രയോ? ക്ലോസ് ടു 20 lakh ആണ് ഇപ്പോഴത്തെ ഒരു എമൗണ്ട് വെച്ച് നോക്കുമ്പോൾ. 20 ലക്ഷം ഉണ്ട് ഓൾമോസ്റ്റ്. അപ്പൊ ഒരു ഓട്ടോസ്പാന്റെ വണ്ടി അടക്കമുള്ള ഒരു ഫ്രാഞ്ചൈസി പോലെ ഒരു സാധനം എടുക്കണമെങ്കിൽ ഒരു 25 lakhs ഉള്ളിൽ വരും നാട്ടിലെ പ്രൈസ്. 20 എന്ന് പറഞ്ഞാൽ മതി, കാരണം 18,000 എന്ന് പറയുമ്പോൾ റൗണ്ട് ചെയ്ത് 20 എത്തുള്ളൂ. 25 എത്തില്ല. പിന്നെ ബിസിനസ് പ്രോമിസ് ചെയ്യുന്നത് ആ വാൻ മാത്രം ആയിരുന്നില്ല. ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത് ഒരു ഫ്രാഞ്ചൈസി നമ്മൾ എന്തിനാ എടുക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾക്ക് ഇത് തന്നെ തുടങ്ങിയാൽ പോലെ. ഓൾറെഡി സ്ട്രക്ചർഡ് ആയിട്ടുള്ള ഒരു ബിസിനസ്, അതിന്റെ കൂടെ മാർക്കറ്റിംഗ്, ഇതൊക്കെ കോൺട്രാക്റ്റിൽ എഴുതിയിട്ടുണ്ട്. മാർക്കറ്റിംഗ് സപ്പോർട്ട് ഉണ്ടാവും, ലീഡ് ജനറേഷൻ ഉണ്ടാവും, കസ്റ്റമേഴ്സ് വരും. അതൊന്നും ഉണ്ടായിട്ടില്ല. ജസ്റ്റ് നമുക്ക് ആ വാൻ തന്നിട്ട് ഇവരുടെ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൽ നമ്മൾ ഫ്ലയേഴ്സ് കൊടുക്കില്ലേ, അത് ഒരു 10-200 തന്നിട്ട് വീടിനാന്തരം കയറി ഇറങ്ങിക്കോന്ന് പറയും. അത് ഞങ്ങൾ തന്നെ കയറി ഇറങ്ങണം, ഫ്രാഞ്ചൈസി വാങ്ങിയ ആൾക്കാര്. അവന് കുറെ ഇതുണ്ടല്ലോ, എംപ്ലോയീസ്, സോഫോൾഡ് എംപ്ലോയീസ് ഉണ്ട്, അവരാരും വരില്ല. അത് ഞങ്ങൾ പിന്നെയും പോട്ടേന്ന് വെച്ചു, കാരണം ഒരു 3 മാസം ഞങ്ങൾ അതിനുവേണ്ടി വേസ്റ്റ് ചെയ്തു. വീട് വീണ്ടാതിനെ കയറി. ഒന്നാമത്തെ കാര്യം, ഇവിടെ ആൾക്കാർക്ക് അത് താല്പര്യമില്ല. ഇവിടെ നിന്നല്ല, എനിക്ക് നാട്ടിലും തോന്നുന്നില്ല. കാറ് കയറിട്ട് എന്ന് വീട് വീടാന്തരം കയറി കഴിഞ്ഞാൽ ആൾക്കാർക്ക് അത് ഒന്നാമത്തെ കാർ വാഷ് എന്ന് പറയുന്ന ആൾക്കാർക്ക് അവന്റെ ഇഷ്ടത്തിനല്ലേ അവര് പോയി കഴുകുള്ളൂ. നമ്മൾ എന്ന് കഴുകട്ടെ എന്ന് ചോദിക്കുമ്പോ മേ ബി അവർക്ക് വേണ്ടി വരില്ല, ചിലപ്പോ അവർക്ക് വേറെ എന്തെങ്കിലും തിരക്കുണ്ടാവും. അതാണ് മാർക്കറ്റിംഗ് സൈഡിൽ നിന്ന് ഒരു രീതിയിലും ഇതുണ്ടായിട്ടില്ല. പിന്നെ ഞങ്ങൾ തന്നെ ഞങ്ങളുടെ ബിസിനസ് സ്ട്രക്ചർ ചെയ്തു പ്രോപ്പർ ആയിട്ട്. മാർക്കറ്റിംഗ് ഞങ്ങൾ തന്നെ ബിൽഡ് ചെയ്ത്, ഞങ്ങൾ പോക്കറ്റ് ചെയ്ത് കാശിട്ട് മാർക്കറ്റിംഗ് തുടങ്ങി. അങ്ങനെ ഞങ്ങൾക്ക് കച്ചവടം വന്നു തുടങ്ങി. ഇപ്പൊ കറന്റ്ലി ഇവനെതിരെ സീൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വിസ പുതുക്കി തരുന്നില്ല. വിസ അവൻ പറയാൻ മറ്റേ 5,000 പൗണ്ട് നേടിക്കൊടുത്താലേ വിസ അവൻ തരുള്ളൂ എന്ന് പറഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട്. ഫസ്റ്റ് മീറ്റിംഗ് ഞാൻ ഇവനായിട്ട് കാണുന്നത് മല്ലൂമൊക്കെ ഓൾമോസ്റ്റ് ഒരു ജൂൺ, ലാസ്റ്റ് ഇയർ ജൂൺ 2025 ജൂൺ, ഡേറ്റ് ഞാൻ കറക്റ്റ് ആയിട്ട് ഓർക്കുന്നില്ല, 7th അങ്ങനെ എന്തോ ആണ്. മല്ലു മെക്കാനിക്കിന്റെ ഗറാജിൽ വെച്ചിട്ടാണ് ഞാൻ ഇവനെ മീറ്റ് ചെയ്യുന്നത്. ഞാനും എന്റെ ബിസിനസ് പാർട്ണറായ അമലും പിന്നെ എന്റെ ഗേൾ ഫ്രണ്ടും ഉണ്ടായിരുന്നു, എന്റെ ഒരു ഫ്രണ്ടും ഉണ്ടായിരുന്നു എന്റെ കൂടെ. ഞങ്ങൾ 4 പേരുണ്ടായിരുന്നു. ഇവന്റെ അന്നത്തെ മാനേജർ എന്ന് പറഞ്ഞ റോജിൻ മാത്യു ഉണ്ടായിരുന്നു, ഇവനുണ്ടായിരുന്നു. അന്ന് ഇവൻ പറഞ്ഞിരുന്നത് ഫ്രാഞ്ചൈസി ഓണേഴ്സ് 2 പേർക്കും അവൻ വിസ തരും എന്നാണ്. അതിന് കണ്ടീഷൻസ് ഒന്നും പറഞ്ഞില്ല അന്ന്. ഞങ്ങൾ അങ്ങോട്ട് 5,000 പൗണ്ടിന്റെ പ്രോഫിറ്റ് വേണം. 5,000 പൗണ്ടിന്റെ പ്രോഫിറ്റ് വേണം. ഇത് ജനുവരി തൊട്ട് പറയാൻ തുടങ്ങി എന്ന് പറഞ്ഞ സത്യമാണ്. ഈ ലാസ്റ്റ് ജനുവരി 10 തൊട്ട് പറയാൻ തുടങ്ങി. ഞങ്ങൾ കാശ് കൊടുത്ത്. പെർ മന്ത് ആണോ വേണ്ടത്? പെർ മന്ത് മിനിമം 5,000 പൗണ്ട് വേണമെന്നാ പറയുന്നത്. അത് ഈ ജനുവരി മുതലാ പറയുന്നത്. അപ്പൊ നിങ്ങളുടെ MOU എന്ന് മുതലാ? ഞങ്ങളുടെ വിസ ബ്രോ ഇത് കളക്ട് ചെയ്തത് എപ്പോഴാ? ഞാൻ കളക്ട് ചെയ്തത് ലാസ്റ്റ് ഓഗസ്റ്റ് 2025 ഓഗസ്റ്റിലാണ് കോൺട്രാക്ട് എഴുതിയത്. ആ കോൺട്രാക്ടിനകത്ത് ഈ 5,000ന്റെ കാര്യം പറയുന്നുണ്ടോ? ഇല്ല, വിസയുടെ കാര്യം അതിനകത്ത് അവൻ എഴുതിയില്ല. അതെന്താന്ന് ചോദിച്ചപ്പോ അവൻ പറഞ്ഞു അത് ലീഗലി എഴുതാൻ പറ്റില്ല, പക്ഷെ ടൈം ആകുമ്പോഴേക്കും ഞാൻ അറേഞ്ച് ചെയ്ത് തരാം. പിന്നെ ഇതില് വേറെ കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട്. ഓട്ടോസ്പ എക്സ്പ്രസിന് സ്പോൺഷിപ്പ് ലൈസൻസ് ഇല്ല. സ്പോൺഷിപ്പ് ലൈസൻസ് ഇല്ലാണ്ട് ഒരു കമ്പനിക്കും ഇവിടെ വിസ പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. സ്പോൺഷിപ്പ് ലൈസൻസ് എടുക്കണമെങ്കിൽ ആദ്യം കുറെ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ചെയ്യണം. ഇതൊന്നും ഓട്ടോസ്പ എക്സ്പ്രസിന് ഇല്ല. അപ്പൊ സ്പോൺഷിപ്പ് ലൈസൻസ് ഇല്ലാണ്ട് എങ്ങനെ ഇവൻ സ്പോൺസർ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ, ഇവൻ കെയർ ഹോമില് വിസ അറേഞ്ച് ചെയ്തിട്ട് ഇല്ലീഗൽ ആയിട്ടുള്ള ഒരു പരിപാടി ചെയ്യുന്നത്. കെയർ ഹോമിൽ വിസ അറേഞ്ച് ചെയ്തിട്ട് ഓട്ടോസ്പ എക്സ്പ്രസിൽ കാർ ഡീറ്റെയിലിംഗ് വർക്ക് ചെയ്യിപ്പിക്കും. അത് ആക്ച്വലി ടോട്ടലി വിസ ഫ്രോഡാണ്. അതായത് ഇതൊക്കെ ഞാൻ കെയർ ഹോം വിസ ആണ് ശരിക്കും തരുന്നത്. അതെ, ഇത് പക്ഷെ അതാണ് പറയുന്നത്. ഇത് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് വാലിഡ് ആയിട്ടുള്ള പ്രൂഫ് ആയിട്ട് വോയിസ് റെക്കോർഡിങ്സ് ആണ് കൂടുതലുള്ളത്. അതിവിടെ അങ്ങനെ കോർട്ടിലൊന്നും ഒരുപാട് അത്രയും റെക്കോർഡിങ്ങളുണ്ടോ?
എന്റെ കയ്യിലല്ല, വേറെ ഫ്രാഞ്ചൈസി ആൾക്കാരുടെ കയ്യില. പക്ഷെ അവർക്ക് കുറെ പ്രൈവസി റീസൺസ് കാരണം അതിപ്പോ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. ബട്ട് ഇവൻച്വലി അത് പുറത്തേക്ക് വരും. മനസ്സിലായി. അതായത് എൻഡ് ഓഫ് ദ ഡേ ഇവൻ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഇവൻ ഈ പറഞ്ഞ നിങ്ങളുടെ വിസ പുതുക്കി തരാനുള്ള വകുപ്പില്ല. ഇല്ല, വകുപ്പില്ല. ഒന്നാമത്തെ കാര്യം, എല്ലാ ഫ്രാഞ്ചൈസിക്കാരും വിസ വാഗ്ദാനം നൽകിയാണ് ഫ്രാഞ്ചൈസി വിറ്റേക്കുന്നത്. ഞാൻ എല്ലാ ഫ്രാഞ്ചൈസീസ് ആയിട്ട് സംസാരിക്കുന്നുണ്ട്. മനസ്സിലായി. ആദ്യം മുതൽ ഇപ്പൊ ലേറ്റസ്റ്റ് ഇറങ്ങിയത്, അതായത് ഒരു 6 മാസം മുമ്പ് കാശ് കൊടുത്ത 2 ടീമിന് ഇതുവരെ വണ്ടിയും കൊടുത്തിട്ടില്ല, ഒന്നും കൊടുത്തിട്ടില്ല. അവരുടെ അടുത്തും പറഞ്ഞേക്കണത് വിസ തരാന്ന. ഇതിപ്പോ ഈ വണ്ടി നിങ്ങൾ തിരിച്ചു കൊടുക്കുമ്പോ അവന് അതിന് എന്തെങ്കിലും ഒരു എമൗണ്ട് എടുക്കുന്നുണ്ടോ, നിങ്ങക്ക് തിരിച്ചു തരാനുള്ള റീഫണ്ട് എമൗണ്ട്? വണ്ടി തിരിച്ചു കൊടുക്കുമ്പോ അവൻ 3000 പൗണ്ട് കുറച്ചിട്ടേ റീഫണ്ട് തരുള്ളൂ എന്ന കോൺട്രാക്ട് പ്രകാരം എഴുതിയിരിക്കുന്നത്. അത് ഞങ്ങൾക്ക് ആക്ച്വലി ഒരു പ്രോബ്ലം അല്ല. 3000 പൗണ്ട് അവൻ കൊണ്ടുപോയിക്കോട്ടെ. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വണ്ടി തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഫോൺ എടുക്കുന്നില്ല. വണ്ടി തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ക്യാഷ് കിട്ടില്ല എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ഏകദേശം ഉറപ്പാണ്. കാരണം വണ്ടി തിരിച്ചു കൊടുത്ത ആൾക്കാരെ ഞങ്ങൾക്ക് അറിയാം. പിന്നെ ഈ ഞങ്ങൾ ഇവന് കൊടുത്ത ക്യാഷ് ഒക്കെ ഇല്ലേ, ഈ ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ പല ആവധി ഞാൻ ചോദിച്ചിട്ടുണ്ട് റെസീപ്റ്റ് എന്താ തരാത്തേന്ന്. ഒരാൾക്കും ഒരു ഫ്രാഞ്ചൈസിക്കും ഇന്നേ വരെ അവനൊരു റെസിപ്റ്റ് കൊടുത്തിട്ടില്ല. ഒരു ഒഫീഷ്യൽ ഇമെയിൽസിന് ഒന്നും റിപ്ലൈസ് ഇല്ല. ഞാൻ ഓട്ടോസ്പാ എക്സ്പ്രസിന്റെ ഒഫീഷ്യൽ ഇമെയിലിലേക്ക്, ആൻവിന്റെ ഒഫീഷ്യൽ ഇമെയിലിലേക്ക് അയച്ച നിരവധി ഇമെയിൽസിന്റെയും ലെറ്റർ ബിഫോർ ആക്ഷൻസിന്റെയും ഒരു സ്ക്രീൻ റെക്കോർഡിംഗ് ഞാൻ ബ്രോക്ക് അയച്ചുതരാം. ഇതിനൊന്നിനും ഒരൊറ്റ ഒരെണ്ണത്തിനും റിപ്ലൈ പോലും അവൻ ചെയ്തിട്ടില്ല. അപ്പൊ ബേസിക്കലി ആൻവിൻ ചെയ്യുന്നത് ഒരു ബിസിനസ് കുറെ എന്താ പറയാ ക്ലാരിറ്റി ഇല്ലാത്ത ടേംസിന്റെ മുകളിൽ വിൽക്കുകയാണ്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന പരിപാടി എല്ലാവർക്കും അവിടെ വിസ ഇത് ചെയ്തു തരാം, റിന്യൂ ചെയ്തു തരാം. അതാണല്ലോ എല്ലാവർക്കും ഇവിടെ ആവശ്യം. ബ്രോ 2 വർഷം നമ്മൾക്ക് ഇവിടെ പഠിച്ചു കഴിയുമ്പോഴേക്കും വർക്ക് ചെയ്യാൻ കിട്ടും. പക്ഷെ അത് കഴിഞ്ഞ് സർവൈവ് ചെയ്യണമെങ്കിൽ ഒരു സ്കിൽഡ് വർക്കർ വിസ വേണം. അതിനുവേണ്ടിയാണ് നമ്മൾ എല്ലാവരും ഇവിടെ വന്ന് കഷ്ടപ്പെട്ടത്. ഞങ്ങളുടെ ഒരു സർവൈവലിന്റെ ഒരു ഭാഗമാണ്. അപ്പൊ ഇങ്ങനെ ഒരു ഓഫർ തരുമ്പോഴേക്കും ഒരു അപ്പ് ആൻഡ് റണ്ണിങ് ബിസിനസ് ഓൾറെഡി സ്ട്രക്ചേർഡ് ആണ്, നമ്മൾക്ക് വർക്ക് ചെയ്യാം പ്ലസ് വിസ. അതാണ്, അങ്ങനെയാണ് അവൻ സെല്ല് ചെയ്യുന്നത്. എല്ലാ ഫ്രാഞ്ചൈസികൾക്കും സെല്ല് ചെയ്ത് ഇങ്ങനെയാണ്. മനസ്സിലായി. ഇപ്പൊ നിങ്ങളുടെ അറിവിൽ എത്ര പേർക്ക് ഇപ്പൊ ഈ സ്കാം ഉണ്ട്? മൊത്തം എത്ര ഫ്രാഞ്ചൈസി ഉണ്ടെന്ന് എനിക്കറിയാവുന്നതൊരു മൊത്തം 10 ഫ്രാഞ്ചൈസി ഓളം എനിക്കറിയാം. അവൻ പറയുന്നത് 16 ഉണ്ട് 20 ഉണ്ടെന്നൊക്കെ പറയുന്നത്. പക്ഷെ എനിക്ക് ബാക്കിയുള്ളവരൊന്നും ഞാൻ അങ്ങനെ കണ്ടിട്ടൊന്നുമില്ല. പക്ഷെ 10 പേരിൽ ഇപ്പൊ ഞങ്ങൾക്ക് വിസ ഓഫർ ചെയ്തു. മിൽട്ടൺ കീൻസ് ഉള്ള പുള്ളിക്ക് വിസ ഓഫർ ചെയ്തു. പിന്നെ കോവൻട്രിയിൽ ഏറ്റവും ലേറ്റസ്റ്റ് എടുത്തൊരു പുള്ളിയുണ്ട്. പുള്ളി ഇപ്പോഴും ആൻവിനായിട്ട് നല്ല ടേംസിലാണ്. പുള്ളിയും വിസ കണ്ടു തന്നെയാണ് വാങ്ങിയത്. പക്ഷെ പുള്ളിയൊന്നും പുറത്തേക്ക് ഇതൊന്നും സംസാരിക്കുന്നില്ല, എന്താ കാരണം എനിക്കറിയില്ല. പിന്നെ സ്കോട്ട്ലൻഡിൽ എടുത്ത ഒരു ടീമും വിസ വാഗ്ദാനം നൽകിയ തന്നെയാണ് വാങ്ങിയത്. പിന്നെ വേറെയും ഉണ്ട്, ഹർട്ട്ഫോർഡ്ഷെയർ ഉള്ള ടീമിന്റെ അടുത്തും വിസ വാഗ്ദാനം കൊടുത്തു. അതുപോലെ ഞാൻ വേറൊരു കാര്യം ഇൻവിറ്റേഷൻ ചോദിക്കുക, ഈ പറഞ്ഞ പോലെ ഇവൻ വന്നിട്ട് ഇപ്പൊ നിങ്ങൾ ഇവൻ അപ്രോച്ച് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഇവൻ നിങ്ങൾ അപ്രോച്ച് ചെയ്യുമ്പോഴൊക്കെ നിങ്ങൾക്ക് ഈ പറഞ്ഞ രീതിയിൽ ഒരു തരത്തിലും ഇവന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഈ പറഞ്ഞ ഒരു പ്രൂഫും തരാത്തുള്ള കാര്യങ്ങളിൽ ആദ്യം ഒരു സസ്പീഷ്യസ് ആയിട്ടുള്ളൊന്നും തോന്നിയില്ലേ? ആദ്യം മുതൽ സസ്പീഷ്യസ് ആയിട്ട് തോന്നിയിരുന്നു. ബിക്കോസ് ആദ്യം ഞങ്ങള് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് ഒരു അഡ്വാൻസ് കൊടുക്കുന്നതിന് മുമ്പ് പുള്ളിയായിട്ട് നേരിട്ട് 1-2 തവണ കണ്ടിട്ടുള്ളൂ. അപ്പൊ ഈ സ്ട്രക്ചേർഡ് ബിസിനസ് എന്ന് പറഞ്ഞ പുള്ളി ഒരു നല്ലോണം വർക്ക് ചെയ്യുന്ന ഒരു ഫ്രാഞ്ചൈസിനെ മാത്രമേ കാണിച്ചുള്ളൂ. ഞങ്ങൾ അത് അന്ന് പോഡ്കാസ്റ്റിൽ പറഞ്ഞു, മാഞ്ചസ്റ്ററിലുള്ള കുറച്ച് ടീമുണ്ട്, അവർ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ് എന്ന് പറഞ്ഞ സാധനം. അതെ, അവരുടെ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ ക്ലയൻസും സ്വന്തമായിട്ട് ഉണ്ടാക്കിയ ഡെവലപ്മെന്റ് ആണ് ആ പേജ് ഫുള്ള് കാണുന്നത്. അത് പക്ഷെ ഞങ്ങൾക്ക് അന്ന് മനസ്സിലായില്ല. അത് പുള്ളിയുടെ ഒരു കഴിവായിട്ടാണ് ഞങ്ങളെ കാണിച്ചത്. അപ്പൊ അതിന്റെ P&L കാണിച്ചിട്ടാണ് നിങ്ങളെ കൺവിൻസ് ചെയ്തത്. അതിന്റെ ഒരു ഗ്രോത്ത് കാണിച്ചിട്ട് ഇതേമാതിരി ആയിരിക്കും എന്നുള്ള രീതിക്കാണ് നമ്മളെ കൺവിൻസ് ചെയ്തത്. പിന്നെ അഡ്വാൻസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞ് പുള്ളിയുടെ വീട്ടിൽ പോയപ്പോഴേക്കും ഞങ്ങൾക്ക് റെഡ് ഫ്ലാഗ്സ് അടിച്ചു തുടങ്ങിയിരുന്നു. ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും വീട്ടിൽ കാണുന്നുണ്ടായില്ല. പിന്നെ ഈ പുള്ളി വാൻ ബിൽഡ് ചെയ്തിട്ട് വീട്ടിൽ തന്നെ പുള്ളിയുടെ ഒപ്പം നിൽക്കുന്ന കുറച്ച് പിള്ളേര് പെയിന്റ് അടിച്ചാണ്, ഓറഞ്ച് പെയിന്റ് അടിച്ചാണ് ഞങ്ങൾക്ക് തന്നത്. ആ പെയിന്റ് ഒക്കെ ഇപ്പൊ പൊളിഞ്ഞു പോയി. പക്ഷെ പ്രശ്നം കൂടുതലാണെന്ന് മനസ്സിലായപ്പോഴേക്കും ഞങ്ങള് ആക്ച്വലി ടു ഡീപ്പ് ഇൻ ടു ദിസ് ഷിറ്റ് അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. കാരണം ഞങ്ങള് ക്യാഷ് ഓൾറെഡി കൊടുത്ത് ഇവിടെ. പിന്നെ UK-യിലുള്ള ആൾക്കാർക്ക് ഇത് കേൾക്കുമ്പോൾ കുറച്ചും കൂടി സെൻസിബിൾ ആയിരിക്കും. കാരണം ഇവിടെ നമ്മളെ നാട്ടിലെ പോലെയല്ല. ഞാൻ അവന് ക്യാഷ് കൊടുത്തു,
അത് എനിക്ക് തിരിച്ച് എന്തെങ്കിലും രീതിയിൽ ഫ്രോഡ് ആണെന്ന് പ്രൂവ് ചെയ്തിട്ട് തിരിച്ച് ക്ലെയിം ചെയ്യണമെങ്കിൽ പോലും എടുക്കുന്ന ടൈം 8 months 12 months മേ ബി 2 years അത്രയൊക്കെ. ആ ഒരു ടൈമിനിടക്ക് അവൻ ഈ ലിമിറ്റഡ് കമ്പനിയുടെ പേരിലാണ് ഈ ഫണ്ട് എല്ലാം വാങ്ങിയത്. ആ ലിമിറ്റഡ് കമ്പനി അവൻ ലിക്വിഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവന്റെ പേഴ്സണലി അവന്റെ പുറകെ ഒരു കോർട്ടും ചേസ് ചെയ്യില്ല. ആ ലിമിറ്റഡ് കമ്പനിയുടെ പുറകെ മാത്രം ചേസ് ചെയ്യാൻ അധികാരമുള്ളൂ ഇവിടെ. സോ അവൻ ആ കമ്പനി കളഞ്ഞു കഴിഞ്ഞാൽ അവൻ ആക്ച്വലി ഞങ്ങളുടെ അവന്റെ ഡെപ്റ്റ് ഒരിക്കലും തിരിച്ചറിയേണ്ട ആവശ്യമില്ല. ഇവിടെ നല്ല അന്തസ്സായിട്ട് ജീവിക്കുകയും ചെയ്യും. പിന്നെ കേസ് കൊടുത്തിട്ടില്ല എന്നൊക്കെ ആൻവിൻ വീഡിയോയിൽ പറയുന്നുണ്ട്. ഞങ്ങൾ എല്ലാ രീതിയിലും കേസ് കൊടുത്തിട്ടുണ്ട്. ആക്ഷൻ ഫ്രോഡിൽ കൊടുത്തിട്ടുണ്ട്, ഹോം ഓഫീസിൽ വിസ ഫ്രോഡിൽ കൊടുത്തിട്ടുണ്ട്, എല്ലാ രീതിയിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു വക്കീലിനെ വെച്ച് ഇതിന്റെ പുറകെ നടക്കാനുള്ള ഒരു കേപ്പബിലിറ്റി ഞങ്ങൾക്ക് ഇപ്പൊ ഇല്ല. ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലോ അവന്റെ വീഡിയോ ഞങ്ങളുണ്ട്. അത് അതിനുള്ള റിപ്ലൈ ഞങ്ങള് പേഴ്സണലി, ഒന്നാമത്തെ കാര്യം എനിക്ക് ഇങ്ങനെ വീഡിയോ ഒന്നും എടുത്ത് പരിചയമില്ല, ഞങ്ങൾക്ക് ആർക്കും ഇല്ല. അല്ല നിങ്ങൾക്ക് അതിലെന്താ പറയാ, എന്തൊക്കെയാ അവൻ അവൻ പറഞ്ഞ എല്ലാത്തിനും ഞാൻ പറയാം. അവൻ ആദ്യമേ പറയുന്നുണ്ട് മറ്റേ മെയിൻ ആയിട്ട് 5,000 പൗണ്ടിന്റെ കാര്യം. അത് ഈ അടുത്ത് ഈ ജനുവരി തൊട്ട് പറയാൻ തുടങ്ങിയതാ. ഓക്കെ, 5,000 പൗണ്ട് അവന് ഉണ്ടാക്കി കൊടുക്കുക. പക്ഷെ അവന്റെ അക്കൗണ്ടിലേക്കായിരുന്നു ഞങ്ങൾ ആദ്യം പണിയെടുത്ത കാശ് പോയിക്കൊണ്ടിരുന്ന വെച്ചത്. അത് തിരിച്ചു തരാതെ ആയപ്പോഴാണ് ഞങ്ങൾ ആ പരിപാടി നിർത്തിയത്. ഞങ്ങൾ പണിയെടുത്ത കാശ് ഞങ്ങൾക്ക് തിരിച്ചു തരാതായി. 100-200 പൗണ്ടായിട്ട് എല്ലാ ദിവസവും ഇടുന്നത് അവന്റെ 10% കട്ടെടുത്തിട്ട് ബാക്കി എനിക്ക് അയച്ചു തരുമെന്നാ പറഞ്ഞിരുന്നത്. അങ്ങനെയാണ് കോൺട്രാക്റ്റിൽ എഴുതിയേക്കുന്നത്. അപ്പൊ അത് തരാതെയായപ്പോഴേക്കും ഞങ്ങൾ അവന്റെ അക്കൗണ്ടിലേക്ക് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യുന്ന പരിപാടി നിർത്തി. പിന്നെന്താ പറയണ, വണ്ടി ഞങ്ങളുടെ കൈവശം വെച്ചിട്ട് റീഫണ്ട് ക്ലെയിം ചെയ്യാൻ നോക്കുന്നത്. ആ വണ്ടിക്ക് ക്യാഷ് കൊടുത്ത ഞങ്ങളാണ്, അവനല്ല. അവൻ ത്രൂ എടുത്താണെങ്കിലും 16,000 പൗണ്ട് കൊടുത്തിട്ടാണ് ആ വണ്ടി എടുത്തതെങ്കിൽ ആ വണ്ടി ബിൽഡ് ചെയ്യാനായിട്ട് അവന് ചെലവായത് 7,500 പൗണ്ടാണെന്ന് അവൻ പറയണ വോയിസ് റെക്കോർഡിങ് എന്റെ കയ്യിലുണ്ട്. അവൻ അക്സെപ്റ്റ് ചെയ്താണിത്. അവനെ ഞാനൊരു ലാസ്റ്റ് മന്ത് ഞാൻ നേരിട്ട് പോയി കണ്ടിരുന്നു, നല്ല ടേംസിലായിരുന്ന സമയത്ത്. അപ്പൊ ഞാൻ എന്റെ അവസ്ഥ പറഞ്ഞിട്ട് അവന്റെ അടുത്ത് ഞാൻ പറഞ്ഞു, എനിക്ക് എക്സിറ്റ് ചെയ്യണം, എനിക്ക് തന്നെ വേറെ ബിസിനസ് ഈ വണ്ടി വെച്ച് ഞാൻ എങ്ങനെയെങ്കിലും ചെയ്ത് ജീവിച്ചോളാം, നിങ്ങൾ എനിക്ക് വണ്ടിയുടെ ക്യാഷ് എടുത്തിട്ട് ബാക്കി റീഫണ്ട് തരണമെന്ന് പറയുമ്പോൾ അവൻ പറഞ്ഞു, നീ പ്രോപ്പർ ആയിട്ട് ഒരു എക്സിറ്റ് ക്ലോസിന് ഒരു മെയിൽ അയക്കുക, ഞാനത് വണ്ടിയുടെ ക്യാഷ് ഇത്രയാണ് 7,500 എന്നിട്ട് എക്സിറ്റ് ചെയ്തോ, കുഴപ്പമില്ല എന്നാ പറഞ്ഞത്. എന്നിട്ടിപ്പോ ഞാൻ വണ്ടി കൈവശം വെച്ചിട്ട് കാശ് തട്ടാൻ നോക്കുന്നു എന്ന് പറയുന്നുണ്ട്. ആ വണ്ടിയുടെ V5C അവന്റെ കമ്പനിയുടെ പേരിലാണ് അവൻ എഴുതി വെച്ചേക്കുന്നത്. അത് തന്നെ തെറ്റാണ്. അത് വണ്ടി ഇപ്പോഴും ടെക്നിക്കലി അവന്റെ കമ്പനിയുടെ പേരിലാണ്. അത് നിങ്ങൾ ഇത്രയും എമൗണ്ട് കൊടുത്ത് മേടിച്ചിട്ടും അത് നിങ്ങളെ പേർക്ക് മാറിയിട്ടില്ല. ഇല്ല, മാറി തന്നില്ല. ഇന്നവേ അത് ഫ്രോഡാണ്. ബിക്കോസ് ഇവിടെ ടാക്സ് ക്ലെയിം ചെയ്യാൻ പറ്റും നമ്മൾക്ക്. ഇപ്പൊ ഞാൻ എന്റെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഞാൻ ആ ബിസിനസിന് വേണ്ടി എന്റെ പോക്കറ്റിൽ നിന്ന് അസറ്റ്സ് ഒരു 5,000 പൗണ്ട് ചെലവാക്കി എന്നൊക്കെയാ. അപ്പൊ ആ ഒരു 5,000 പൗണ്ട്സ് നമ്മള് ബിസിനസ്സിൽ നിന്ന് ഉണ്ടാക്കുന്ന ഏർണിങ്സ് കാണിക്കുമ്പോൾ ടാക്സ് റിഡക്ഷന് വേണ്ടിയിട്ട് ആ 5,000 പൗണ്ട് ഉപയോഗിക്കാം. ആ 5,000 പൗണ്ട് മൈനസ് ചെയ്തിട്ട് ബാക്കിയുള്ള എമൗണ്ടിനെ നമുക്ക് ടാക്സ് അടച്ചാൽ മതി. പക്ഷെ ഞങ്ങൾ കൊടുത്ത ക്യാഷ് ഒക്കെ അവന്റെ പോക്കറ്റിൽ നിന്ന് കൊടുത്ത പോലെ വാൻ വാങ്ങി അവന്റെ കമ്പനിയുടെ പേരിൽ രജിസ്റ്റർ ചെയ്തിട്ട് ടാക്സിന്റെ ടൈം ആകുമ്പോ അവന് റിഡക്ഷൻ, ഞങ്ങൾക്ക് റിഡക്ഷൻ ഇല്ല. മനസ്സിലായി. ഇത് ഇപ്പൊ അവനിട്ട് വീഡിയോന് എത്രമാത്രം ആൾക്കാർ UK-ലുള്ള ഈ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യണ കുറെ പേർക്ക് കാണുമ്പോൾ മനസ്സിലായി തോന്നുന്നത്. കാരണം പ്രൂഫ് ഒന്നും ഇല്ലാണ്ട് ചുമ്മാ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കാൻ. ഞങ്ങൾക്കെതിരെ അവൻ എന്തോ കോർട്ടിൽ എന്തോ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഞാൻ കൊടുത്ത മണി ക്ലെയിമിന് റെസ്പോൺസ് ഒന്നും അവന്റെ സൈഡിൽ നിന്ന് വന്നിട്ടില്ല. ഞാൻ ഇപ്പൊ കൂടി നോക്കിയുള്ളൂ ഓൺലൈനിൽ. മണി ക്ലെയിം ഇട്ടത് ഞാൻ ഒരു 4,000. അത് വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ ഇവന് പാർട്ട് ബൈ പാർട്ടായിട്ടാണ് ക്യാഷ് കൊടുത്തത്. 11,000 അവന്റെ ബിസിനസ് അക്കൗണ്ടിലേക്ക് വാങ്ങി, 4,000 അവനവന്റെ പേഴ്സണൽ അക്കൗണ്ടിലേക്ക് വാങ്ങി. ഞാൻ പേഴ്സണൽ അക്കൗണ്ടിലേക്ക് വാങ്ങിയതാണ് മണി ക്ലെയിം ഇട്ടത്. കാരണം ബിസിനസ് അക്കൗണ്ടിലേക്ക് വാങ്ങിയത് ക്ലെയിം ഇട്ടിട്ട് കാര്യമൊന്നുമില്ല. കേസ് ജയിച്ചവർക്ക് ഇതുവരെ കാശ് കിട്ടിയിട്ടില്ല. അത് ബട്ട് അതിനിപ്പോ കോർട്ട് വഴി എങ്ങനെ മൂവ് ചെയ്യാന്ന് ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുക. ഞങ്ങൾ ഓൾറെഡി ഈ ക്ലെയിമിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങി. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഞങ്ങളിപ്പോ എന്റെ വിസ ഒരു 4 months മേ ബി അത്രയൊക്കെ ഉള്ളൂ.
അതിനു മുമ്പ് അത് കേസ് ജയിക്കുമില്ല. പിന്നെ ഞാൻ ഇവിടെ ഇല്ലെങ്കിൽ എനിക്ക് ക്യാഷ് കിട്ടില്ല. ഞാൻ അത് അക്സെപ്റ്റ് ചെയ്ത എന്റെ ഫേറ്റ് ആണ്. എനിക്കിനി ആ ചെലവാക്കിയ കാശ് മൊത്തം കിട്ടില്ല. ഞാൻ എന്റെ ഒരു ബിസിനസ് പാർട്ണറും ഉണ്ട്, എന്റെ ഫ്രണ്ടാണ്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടി 20 ലക്ഷം രൂപ കൊടുത്തത്. ഇപ്പൊ ഞങ്ങൾക്ക് രണ്ടുപേരും 10 പോയി എന്ന് ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്തു. അതുകൊണ്ടാണ് പിന്നെ ഇവനായിട്ട് ഈ ഓൺലൈനിൽ ഓക്കെ ഇനിയിപ്പോ ഇവൻ കാണിക്കണതൊക്കെ എല്ലാവരും വിളിച്ച് പറയാന്ന് തീരുമാനിച്ചത്. മനസ്സിലായി. ബാക്കി ഒരുപാട് പേരും മിണ്ടാതിരിക്കണം. അവർക്ക് ഇപ്പോഴും പേടിയാണ്. കാരണം എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും എന്നുള്ള ഒരു 1% ചാൻസും കൂടി പോകുമല്ലോ എന്ന്. മനസ്സിലായി. പുറത്ത് എന്തെങ്കിലും ഒരു സാധനം വന്നു കഴിഞ്ഞാൽ കോർട്ടിൽ കിട്ടാനുള്ളതും പോയാ പോയി എന്നുള്ള മൂഡ്. അതെ. പിന്നെ ഈ അപമാനവും നാണക്കേടും, ഈ ഇവിടുന്ന് വിസ കഴിഞ്ഞ് നാട്ടിൽ പോകുമ്പോ നാട്ടില് പലരും പല രീതിയിൽ പറയും, ആൻവിന്റെ കൂടെ ബിസിനസ് ചെയ്ത് പൊട്ടി തിരിച്ചു വന്നേക്കണം. അതൊക്കെ ബുദ്ധിമുട്ടുള്ള ആൾക്കാരും ഉണ്ട്. അങ്ങനെ അതുകൊണ്ടാണ് കുറെ പേരൊന്നും മിണ്ടാത്തത്. പിന്നെ ഇത് മാത്രമല്ല, ഇവന്റെ ബിസിനസിനെ പറ്റി ഞങ്ങളടുത്ത് പറഞ്ഞത്, ഇവന് എല്ലാത്തിനും ഓരോ ടീമുണ്ട്. കസ്റ്റമർ കെയർ ടീം, അത് ടീം, മാർക്കറ്റിംഗ് ടീം. ബേസിക്കലി ലീഗലി എംപ്ലോയിഡ് ആയിട്ട് ഒരാള് പോലും ഇല്ല. ഡയറക്ടറായിട്ട് ഇവൻ മാത്രമേ ഉള്ളൂ. എല്ലാരും അൺഒഫീഷ്യൽ ആയിട്ട് ചുമ്മാ ലൈക്ക് ആ മാനേജർ ഈ മാനേജർ എന്ന് പറഞ്ഞ നടക്കലാണ്. അത് ഓരോ മാസം ഓരോ മാനേജർ ആയിരിക്കും. അതില് ചില ആൾക്കാർക്ക് ഇപ്പൊ വിളിച്ചിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് പോട്ടോസ്പായിട്ട് ഒരു ബന്ധമില്ല എന്ന് പറയും. മനസ്സിലായി. വോയിസ് നിങ്ങൾ കേട്ടല്ലോ. ഈ വ്യക്തിയൊക്കെ പെട്ട് നിൽക്കുകയാണ്. മനസ്സിലായില്ലേ? അതായത് ഇവർക്കൊന്നും പബ്ലിക്കിൽ വന്നിട്ട് 10 വീഡിയോ ഇട്ടിട്ട് ഫെയിം ആവണമെന്നൊന്നുമില്ല. ഇവരുടെയൊക്കെ അവസ്ഥ നാട്ടുകാരെ അറിയിച്ചാൽ മതി. അതായത് ഇവനൊരു പബ്ലിക് ഫിഗറായി ഇരുന്നുകൊണ്ട് ലൈഫ് സ്റ്റൈലും കാണിച്ച് ഇത്രയും വലിയ ബിസിനസ് എംപയറാന്ന് പറയുമ്പോൾ ഇവൻ കാണിച്ചു കൂട്ടുന്നതാണ്. ഒരു സംഗതി തുടങ്ങി ഇത് വളരെ ക്ലിയർ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പോലും പറ്റാത്ത രീതിയിൽ ഉള്ള ഒരു ഓൺട്രപ്രണർ എന്നുള്ള ഒരു മനുഷ്യൻ, അല്ലാതെ റിട്ടയർമെൻ്റ് എടുത്ത് ഇത്രയും സക്സസ്ഫുള്ളായി കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കി കാലം നീട്ടിയിരിക്കുന്ന സെറ്റപ്പ് അത് വല്ലവരും പറ്റിച്ച പൈസ ആയിരിക്കാനേ വഴിയുള്ളൂ. അല്ലാതെ ഇവനായിട്ടൊരു കോൺസെപ്റ്റ് ബിൽഡ് ചെയ്ത് സക്സസ്ഫുൾ ആക്കിയിട്ട് അത് 4 ആൾക്ക് വിറ്റിട്ട് അവരൊക്കെ രക്ഷപ്പെട്ട കഥയൊന്നുമല്ല ഇവിടെ പറയാനുള്ളത്. ഓക്കെ, ഇവൻ്റെ ഈ സാമാനം മേടിച്ച ആൾക്കാരൊക്കെ, ഈ ഓട്ടോസ്പാ വണ്ടി മേടിച്ച ആൾക്കാരൊക്കെ ഇത് തിരിച്ചു കൊടുത്തിട്ട് കാശ് വയ്ക്കുമ്പോൾ കൈമലർത്തിയാണ് കാണിക്കുന്നത്. ഈ ടൈമിലാണ് നിങ്ങൾ ഞാൻ നേരത്തെ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് കാണിച്ച് തന്ന റിട്ടയർമെൻറ്റ് ലൈഫ് എന്ന് പറഞ്ഞ പേജിൽ വന്ന കുറച്ച് റീൽ വീഡിയോസ്, ഒരു 3 മിനിറ്റുള്ള റീൽ വീഡിയോ കൂടി ഞാൻ അവിടെ പ്ലേ ചെയ്തുതരാം. അങ്ങനെ അൻവിന്റെ കയ്യിൽ നിന്ന് സൊല്യൂഷൻ ഒന്നും കിട്ടാതെ നമ്മൾ പോവുകയാണ്. 20 ലക്ഷം രൂപയുടെ സ്കാം. അതായത് ആ വണ്ടി ഞാൻ കൊടുക്കുന്നത് ഇവിടെ UK 18,000-19,000 പൗണ്ട് തന്നെയാണ്. അതിൽ തെറ്റൊന്നുമില്ല. 10-17 പേര് എന്നോട് ഫ്രാഞ്ചൈസി എടുത്ത് നിൽക്കുന്നുണ്ട്. ഇവർ മുന്നോട്ട് വന്ന് പറയട്ടെ, ഞാൻ എത്ര പേരെ ഇതുവരെ ഫുൾ എമൗണ്ട് വാങ്ങിച്ചിട്ടുണ്ടെന്നും എത്ര പേരെ ഇത് ഇക്വിറ്റി ചാർജ് ചെയ്യുന്നുണ്ടെന്നും. ഫ്രാഞ്ചൈസി കോൺടാക്ട് ചെയ്യുന്ന ഓപ്ഷൻ ഉള്ളൂ. ഇത് നമ്മൾ ഓഫീസ് അഡ്രസ്, അതുകൊണ്ട് അവിടെ വന്നേ. പേഴ്സണൽ ഇഷ്യൂസ് അല്ല ഇതില്. എല്ലാവരും പൈസ പോയവരാ. ഫ്രാഞ്ചൈസി എടുത്ത് നിൽക്കുന്നുണ്ട്. മുന്നോട്ട് വന്ന് പറയട്ടെ. സ്കാമാന്ന് പറയുന്ന കുണ്ണുകൾ പറഞ്ഞത് ഞാൻ കേൾക്കാൻ പോണില്ല. ഫാമിലി പ്രോബ്ലം കാരണം റീകോൾ ചെയ്ത ആളുണ്ട്. അതായത് വൈഫ്, അമ്മ, പ്രഷർ റീകോൾ ചെയ്ത ആളുണ്ട്. അവർക്ക് നമ്മൾ ഫണ്ട് റിട്ടേൺ ചെയ്യണം. ഞാനൊരു നോർമൽ ഫ്രാഞ്ചൈസി പോലെ ഇത് ഇത്ര കാലം കഴിഞ്ഞിട്ട് നമുക്ക് റീഫണ്ട് ചെയ്യാൻ പറ്റില്ല, ഇത്ര എമൗണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് അതിൽ തരാൻ പറ്റില്ല. അങ്ങനത്തെ പ്രശ്നം പൈസ തരൂല, നമ്മുടെ പൈസ തരൂല, പണിയെടുത്തിരിക്കാൻ പറ്റില്ല. സ്കാമാന്ന് പറയുന്ന കുണ്ണുകൾ പറഞ്ഞത് ഞാൻ കേൾക്കാൻ പോണില്ല. ഇവിടെ ബിസിനസ് ആർക്ക് വേണം റിട്ടേൺ വേണമെന്ന് പറഞ്ഞാൽ ഞാൻ ഓക്കെ, നമുക്ക് വിസ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും ആഫ്റ്റർ സർട്ടൻ പീരീഡ് ഓഫ് ടൈം. പെട്ടെന്ന് മാന്യനാണ്, അന്തസ്സുണ്ട്, കുഴപ്പമില്ല, ശരിയാവും. പറയണതൊന്ന് കേൾക്ക് പ്ലീസ്. ഞങ്ങൾ പറയണതൊന്ന് കേൾക്ക് പ്ലീസ്. മുതലാളി, ഞാൻ ഉപദേശിക്കുന്നു കരുതരുത്. മുതലാളി ഒരു ചെത്തിയാണ്. എന്താ കടം മേടിച്ച കൊടുക്കൂല. ആനുവിനെ ഞാൻ ഒരു 75 വർഷത്തിന് മേലെ ആനുവിനെ വിളിച്ചിട്ടുണ്ട്. എനിക്കും ആനുവിനും തമ്മിൽ യാതൊരു പ്രശ്നമില്ല. ആനുവിൻ തന്നെ ഇതെല്ലാം വരുന്നതിന് മുമ്പ്, ആനുവിന്റെ ഈ സ്കാം അതൊക്കെ വരുന്നതിന് മുമ്പ് അറിഞ്ഞാണോ ഞാൻ വേറെ ജോലി കിട്ടിയിട്ട് ഞാൻ വിടുവാന്ന് എല്ലാം സമ്മതിച്ചു. ഞാൻ വേറെ ഫ്രാഞ്ചൈസിക്ക് ആളെ നോക്കാന്ന് പറഞ്ഞപ്പോൾ നോക്കണ്ടാന്ന് എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു. ആളെ തന്നെ നോക്കിക്കോളാന്ന് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്നെ ഒരു ദിവസം വൈശാഖ് ആനുവിനോട് വിളിച്ചു, ഡിസംബർ 26-ാം തീയതി ഫോണെ വിളിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് വണ്ടി തരുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ എനിക്ക് ക്യാഷ് വേണം, അറ്റ്ലീസ്റ്റ് പകുതി ക്യാഷ് വേണം, എനിക്ക് കാശ് പകുതി ചെക്കായിട്ട് തരാൻ പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് വൈശാഖിനെ ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞത് എനിക്ക് ആനുവിനോട് സംസാരിക്കാൻ ഒന്നും നിങ്ങളോട് റെസ്പോണ്ട് ചെയ്യാൻ പറഞ്ഞു. ഓക്കെ, സമ്മതിച്ചു. അത് കഴിഞ്ഞ് രണ്ടുപേരും ഫോൺ എടുക്കുന്നില്ല. ഒന്നുമില്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഫ്രാഞ്ചൈസി എടുത്ത ഒരാൾക്കാരാണ്, നമുക്കൊരു റെസ്പോൺസ് കിട്ടും. മെയിൽ അയക്കുക, അതിന് റെസ്പോൺസില്ല. ഇപ്പം ആനുവിനോട് പറഞ്ഞ ഓക്കെ സമ്മതിച്ചിട്ടാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. ഞാൻ ഫോഴ്സ്ഫുള്ളി ഒന്നും ചെയ്തില്ല. ആനുവിന് ഓക്കെ അന്നേരം ഞാൻ പറഞ്ഞപ്പോൾ തന്നെ ഓക്കെ പറഞ്ഞു. പിന്നെ എന്തുകൊണ്ട് എന്റെ കോൾ എടുക്കുന്നില്ല? ഞാൻ നമ്മൾ ഇങ്ങനെ പ്രശ്നമുണ്ട്. ആള് ചോദിച്ചപ്പോൾ ഒക്കെ 1000 രൂപ 2000 രൂപ എന്ന് പറഞ്ഞ് ഇട്ട് കൊടുത്തിട്ട് 14,000 രൂപ ഞാൻ കൊടുത്തിട്ടുണ്ട്. 16,000 പറഞ്ഞത് 14,000 ഞാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരിക്കലും നിങ്ങളുടെ അടുത്ത് വന്ന് ചോദിച്ചില്ല എനിക്ക് വണ്ടി ഇപ്പം വേണമെന്ന് പറഞ്ഞു. ആനുവൽ റെഡിയാന്ന് പറഞ്ഞ ദിവസം മാത്രമേ ഞാൻ വന്ന് വണ്ടി എടുത്തിട്ടുള്ളൂ. അല്ലാതെ ഞാൻ നിങ്ങൾക്ക് ഒരു പ്രശ്നം തന്നിട്ടില്ല. അപ്പം എല്ലാവരുടെയും കാര്യം എനിക്കറിയില്ല, എല്ലാവരെയും അതുപോലെ തന്നെ ആയിരിക്കും. പക്ഷെ എന്തുകൊണ്ട് എന്റെ കോൾ എടുക്കുന്നില്ല? ഇതിന് ഉത്തരം എനിക്കില്ല. നമുക്ക് സ്പോൺസർഷിപ്പ് ലൈസൻസ് ആയോ?
നമുക്ക് സ്പോൺസർ പ്രൈസ് വെച്ചു, അലോക്കേഷൻ നമുക്ക് നേരത്തെ കിട്ടുന്നതിന് മുന്നേ, കൈ വരുന്നതിന് മുമ്പ് നമുക്ക് അറിയാൻ എത്ര അലോക്കേഷൻസ് ഉണ്ടാവുന്നുണ്ട്. നമ്മൾ ക്ലോസ്ലി വർക്ക് ചെയ്യും. നമ്മൾ പുതിയ സോഴ്സിറ്റിംഗ് ടീമാണ്. ഇപ്പൊ എല്ലാം ഒരണ്ടല്ല, ലോ, ഇമിഗ്രേഷൻ ആൻഡ് അക്കൗണ്ട്സ് എല്ലാം ഒറ്റ ഫേമിനട്ടുള്ള. ഇതിനു മുമ്പ് നമുക്ക് ഒരാളെ ഉണ്ടായിരുന്നു ചെയ്യാൻ വേണ്ടി. ഇപ്പൊ നമുക്ക് 3 ഫേംസ് നമുക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. ഓൾറെഡി എന്റെ കമ്പനിയിൽ റവന്യൂ ക്രിയേറ്റ് ആയിട്ടുണ്ട്. എന്റെ കമ്പനി ക്രിയേറ്റ് ആയിട്ടുള്ള റവന്യൂ ലാസ്റ്റ് ഇയർ ഞങ്ങൾ ഫയൽ ചെയ്തിരുന്നു. നിങ്ങൾക്ക് ആ കോൺട്രാക്ട് എടുത്ത് നോക്കാം. 147,000 ആണ്. അത് വെച്ചിട്ട് ഞങ്ങൾക്ക് ഒരു എമൗണ്ട് ഓഫ് യൂഎസ് അലോക്കേറ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് ഒരു റീൽ വീഡിയോ ഇങ്ങനെ മൂന്ന് പാട്ടായിട്ട് ഈ പറഞ്ഞ പെർട്ടിക്കുലർ ഇൻസ്റ്റാഗ്രാം പേജിൽ, റിട്ടയർമെൻറ്റ് ലൈഫ് എന്ന് പറഞ്ഞ പേജിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാവും, ഇപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് കൺവേ ചെയ്ത് തരാം. ഈ ഓട്ടോസ്പാ എന്ന് പറഞ്ഞാൽ ഈ വണ്ടി കൺസെപ്റ്റ് ഇവൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച ആൾക്കാർ പ്രോഫിറ്റ് ഒന്നും വരുന്നില്ല. അവർക്ക് പ്രോഫിറ്റ് വരണമെന്നുണ്ടെങ്കിൽ ഇത് ആദ്യം എന്ത് ചെയ്യണം, ഇവൻ പറഞ്ഞ പോലെ ഇത് അവർക്ക് കറക്റ്റ് എന്ത് ചെയ്യണം, ഡെലിവറബിൾസ് കൊടുക്കണം. ഓക്കെ, മാർക്കറ്റിൽ കൃത്യമായിട്ട് അവർക്ക് വർക്ക് കിട്ടാവുന്ന രീതിയിലുള്ള പ്രൊമോഷൻസ്, അവർക്ക് കൃത്യമായ പ്രൊഡക്റ്റുകൾ എല്ലാം കൊടുക്കണം. എന്നിട്ട് ഇതിൽ നിന്ന് പ്രോഫിറ്റിന് ഒരു ഷെയറൊക്കെ എടുത്തിട്ട് പിന്നീട് പോകാൻ പറ്റും. മനസ്സിലായോ? പിന്നെ വാക്ക് പാലിക്കുക എന്നുള്ള മെയിൻ കാര്യമാണ്. ഒരു സാധനം, ഒരു സ്പോൺസർഷിപ്പ്, ഒരു സാധനം ഫ്രാഞ്ചൈസി എടുത്തു ഒരാൾ. ഈ ഫ്രാഞ്ചൈസി എടുത്ത ഒരാൾക്ക് ആ ഫ്രാഞ്ചൈസി വേണ്ട എന്നുള്ളൊരു സാഹചര്യം വരുമ്പോൾ അത് തിരിച്ചു കൊടുക്കുമ്പോൾ വളരെ മാന്യമായിട്ടെല്ലാം സെറ്റിൽ ചെയ്ത് വിടണ്ടേ? അത് ചെയ്യുന്നില്ല. പിന്നെ ഞാൻ പറയാം, ഇതേപോലെ ഫ്രാഞ്ചൈസി ഇവൻ്റെ ഈ ഓട്ടോസ്പാ കൺസെപ്റ്റ് എടുത്തവരുടെ ഭാഗത്ത് വലിയ മിസ്റ്റേക്ക് ഉണ്ട്. ഇപ്പോൾ ഈ അൻവിനെ പറയുമ്പോൾ ഇവരെയും പറയണം, എന്നോട് സംസാരിച്ചവരെയും ഞാൻ പറയും. മനസ്സിലായോ? കാരണം ഇവരൊക്കെ ഈ അൻവിൻ്റെ വാക്കിൽ പോയി ചാടിയിരിക്കുക. ഇതിൻ്റെ കൃത്യമായ ഡോക്യുമെൻറ്റ്സ്, ഈ ഓട്ടോസ്പാൻ്റെ ബാക്കിൽ നടക്കുന്ന യഥാർത്ഥ റിയാലിറ്റി, അല്ലെങ്കിൽ ഇതിൻ്റെ പ്രോഫിറ്റ്, അല്ലെങ്കിൽ ഇത് നടത്താൻ ഇവൻ മുന്നോട്ട് എങ്ങനെയാണ് ഇതിൻ്റെ ഫ്യൂച്ചർ കാണുന്നതെന്നുള്ളതിൻ്റെ പിച്ച്, ഇതൊന്നും ഇവർ നോക്കിയിട്ടില്ല. ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൻവിൻ ചോദിച്ചു, അൻവിൻ ഇങ്ങനെ നടക്കുമെന്ന് പറഞ്ഞു. അൻവിൻ്റെ ആ പബ്ലിക് റിയൽ ലൈഫൊക്കെ കണ്ട് അതിൽ ഭയങ്കര ഇൻസ്പയർഡായി. ഇവൻ ഈ മാഞ്ചസ്റ്ററിലെ ആൾക്കാരുടെ ആ ഒരു മെത്തേഡും കാണിച്ചു കൊടുത്ത് അതിലേക്ക് പോയി ഇവർ നിന്നോട്. ഇവർ ഒരു തരത്തിലുള്ള ഡോക്യുമെൻറ്റ്സും ഇവർ വാലിഡേഷൻ തുടക്കത്തിലൊന്നും ചെയ്തിട്ടില്ല. അൻവിൻ ചോദിക്കുന്നു, കാശ് കൊടുക്കുന്നു. കുറേ പേര് അവൻ്റെ പേഴ്സണൽ അക്കൗണ്ടിലേക്ക് ഇടുന്നു, കുറേ പേര് അവൻ്റെ കമ്പനിക്ക് ഇടുന്നു. ഇങ്ങനെ അവരും ഇവൻ്റെ വാക്കിൽ ഇങ്ങോട്ട് ഈ തേൻ പുരട്ടിയ വാക്കിൽ വേണമെങ്കിൽ ഇവനൊരു കഴിവുണ്ട്. ഇവൻ നല്ല രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്യും ആൾക്കാരെ. സംസാരിച്ചിട്ട് ഒരു 10 മിനിറ്റിനോട് സംസാരിച്ച് ഇവൻ ആളെ മാനിപ്പുലേറ്റ് ചെയ്യുന്നതാണ് ഇവരോട് സംസാരിച്ചവർ പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ഒരു എന്താ പറയുക, ഈ വിസയാണ് മെയിൻ കൺസേൺ. വിസേൻ്റെ മുകളിലാണെങ്കിൽ പോലും ആളുകളെ ഇവൻ ബട്ടർ ചെയ്തെടുക്കുന്നുണ്ട്. ഇതിൽ പോയി ചാടി കൊടുത്ത് ഇവരെ പറഞ്ഞിട്ടേ കാര്യമുള്ളൂ. ഒന്ന് ഓക്കെ, കാരണം ഒന്നും നോക്കാതെ കയ്യിലിരിക്കുന്ന കാശ് എങ്ങനെയാ എടുത്തു കൊടുത്തതെന്നുള്ളൊരു ചോദ്യം ലാസ്റ്റ് എൻഡ് ഓഫ് ദ ഡേ ഇവരുടെ അടുത്തേക്ക് വരും. മനസ്സിലായോ? പിന്നെ അൻവിൻ ഈ പറഞ്ഞ റീലിൽ കാണുന്ന പോലത്തെ മാന്യനാണ് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് കൺസേൺ ആയിട്ട് എടുക്കണം. നിങ്ങളുടെ പ്രശ്നം വേറൊരു കോണ്ടന്റ് ക്രിയേറ്ററോ UK ബേസ്ഡ് ആയിട്ടുള്ള ഒരു ചങ്ങാതി നിങ്ങളെ തീർക്കാൻ നോക്കുന്നതല്ല. അനന്തു വീഡിയോ ചെയ്തത് മുതലുള്ള പ്രശ്നങ്ങൾ, അനന്തു അന്ന് വീഡിയോയിൽ പറഞ്ഞ പ്രശ്നങ്ങൾ തന്നെ സ്റ്റിൽ എക്സിസ്റ്റിംഗ് ആണ്. അത് തന്നെയാണ് ഇപ്പോഴും ഹോണ്ട് ചെയ്യുന്നത്. ഒരു കോൺസെപ്റ്റ് ബിൽഡ് ചെയ്ത് ഒരു സാധനം ആളുകൾക്ക് വിറ്റ് അത് പ്രോപ്പറായിട്ട് ടേക്കപ്പ് ചെയ്ത് ഫോളോ അപ്പ് ചെയ്ത് അത് സക്സസ്ഫുൾ ആക്കുന്നതാണ് ഒരു ഓൺട്രപ്രണർ, ബിസിനസ് മാൻ എന്നൊക്കെ പറയുന്നത്. മനസ്സിലായോ? അല്ലാതെ അവർ കാശ് ചോദിക്കുന്ന സമയത്ത് വീണ്ടും അവരെ നോക്കി കൊഞ്ഞലും കുത്തി ചിരിച്ച് കാണിക്കുന്നതാണോ ഒരു ഓൺട്രപ്രണർ? ഇനി വേറൊരു ഓഡിയോ ഞാൻ അൻവിൻ്റെ അവിടെ പ്ലേ ചെയ്യാം. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ CCJ കൗണ്ടി കോർട്ട് ജഡ്ജ്മെൻറ്റ് ഓട്ടോസ്പാക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് വന്ന സമയത്ത് അൻവിൻ ഈ ഓഡിയോനകത്ത് വളരെ ക്ലിയറായിട്ട് പറയുന്നുണ്ട്, ഇവർക്ക് എന്ത് ചെയ്യാം, ഈ കമ്പനി തന്നെ ചേഞ്ച് ചെയ്യാം. അതായത് അൻവിൻ്റെ ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ നാട്ടിലുള്ള പോലെ അല്ല അവിടെ UK. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനി ചേഞ്ച് ചെയ്ത് വിടാം, അതിൻ്റെ പേരും ചേഞ്ച് ചെയ്ത് ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് ആകുമ്പോൾ അത് സുഖമായിട്ട് എന്ത് ചെയ്യും, ഡിസോൾവ് ചെയ്ത് ഇതേ സെറ്റപ്പിൽ വേറെ സാധനം തുടങ്ങിയാലും ഫിനാൻഷ്യൽ ഫ്രോഡിന് ഈ കമ്പനിയുടെ പിന്നാലെ ഇവർ പോകും. ഇവരൊരിക്കലും അൻവിൻ്റെ പിന്നാലെ പോകില്ല. അൻവിന് വേറെ കമ്പനി ഇതേ സെയിം പാറ്റേണിൽ സിമിലറായിട്ട് തുടങ്ങിയിട്ട് എന്ത് ചെയ്യാം, ഇവരുടെ കാശ് കൊടുക്കാതെ മുങ്ങാനും പറ്റും. മനസ്സിലായി? ഇതിനെക്കുറിച്ചുള്ളൊരു സാധ്യത അൻവിൻ തന്നെ പറയുന്നുണ്ട്. ഇതിൽ പല കോൺട്രവേഴ്സിയും കേൾക്കുന്ന സമയത്ത് ഓട്ടോസ്പാ എക്സ്പ്രസിൻ്റെ റെക്കോർഡ്സ് എടുത്തപ്പോഴേക്കും അതിനകത്ത് 2 CCJ കിടക്കുന്നുണ്ട്. CCJ കിടന്നല്ല, അത്
നമ്മുടെ ആ ഇൻഫ്ലുവൻസർ തണ്ടി ഉണ്ടല്ലോ, അശ്വിൻ, അശ്വിൻ ആ ഒരു കണ്ണടിച്ച തണ്ടിയില്ലേ, അനന്തു അശ്വിൻ എന്ന് പറഞ്ഞിടത്തുണ്ടല്ലോ UK-ല്, മനസ്സിലായി ആ ഒരു മൈക്കം പിടിച്ച് മെലിഞ്ഞൊരു തണ്ടി, ആ തണ്ടി പണി തന്ന. അവൻ പഴയ അഡ്രസ്സിലോട്ട് 2 CC അയച്ചു മണി ക്ലെയിമിന്റെ. അവൻ എന്ത് ക്ലെയിം ഉള്ളത്? അവൻ നമുക്കിട്ടൊരു പണി തരാൻ വേണ്ടി അവനെ വേറെ 2-3 പേരെ വെച്ച് ഇവിടെ ഇതൊക്കെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട്, ആൾക്കാരെ ഉപദ്രവിക്കുന്നത്. അതിപ്പോൾ ഞാൻ ഈ CC യുടെ കാര്യം പറഞ്ഞപ്പോഴാണെന്നറിയോ, മിനിഞ്ഞാന്നല്ല തൊട്ട് മുമ്പ് ഞാനൊരു ആവശ്യത്തിന് വേണ്ടി മറ്റേ ക്ലോസ് ബ്രദേഴ്സിൽ നിന്ന് 4 വണ്ടി എടുക്കണ്ടായിരുന്നു ലോൺ. അപ്പോൾ അവരെ വിളിച്ചപ്പോൾ 2 CC ചിലപ്പോൾ നമ്മൾ CCയോ നമ്മുടെ കമ്പനിക്ക് CC ഇല്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ പോയി അന്വേഷിച്ച് നോക്കിയപ്പോൾ പഴയ സാന്റോസയിലോട്ട് പഴയ അഡ്രസ്സിലോട്ട് മൊത്തം 9,000 എന്ന് പറഞ്ഞു എൻ്റെ അടുത്ത് പറഞ്ഞേക്കുന്നത്. ഞാൻ പറഞ്ഞു അത് ഞങ്ങൾ ഇനി കേസിന് പോകും. ലൈസൻസ് എനിക്ക് ഇൻഡിവിജ്വലി പ്രശ്നം വരും. കമ്പനി ഡയറക്ടർക്ക് ഇൻഡിവിജ്വലി മാറ്റർ ആയിരിക്കും. എനിക്കൊരു വിസ പറഞ്ഞെങ്കിൽ CC ഉണ്ടെങ്കിൽ ഏണിയായിരിക്കും. അത് ഞാൻ പോലും അറിഞ്ഞില്ല ഇങ്ങനത്തെ. കാരണം ഇത് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് തപ്പുന്നില്ലല്ലോ. അപ്പോഴാണ് ഞാൻ മറ്റേ ഒരു വെകളിപ്പെണ്ണുണ്ടായിരുന്നില്ല പാർവതി എന്ന് പറഞ്ഞത്. ഞാൻ ആ വഴി അങ്ങ് പോയി. അപ്പോൾ എന്നോട് പറഞ്ഞു ബ്രോയ്ക്കെതിരെ അവർ ചെയ്തു വെച്ചതാ, എന്നോട് ഹറാസ്മെന്റ് കേസ് കൊടുക്കാമെന്ന് ചോദിച്ചു. ഞാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അപ്പം അവർ ഗ്യാപ്പിൽ കൂടെ ഒരു അസ്ഥി പണിയോണ്ടിരിക്കല്ലേ. ഞാൻ വെച്ച് പണിയട്ടെ എന്ന് വിചാരിച്ചു. കുറച്ച് കഴിയുമ്പോൾ എനിക്ക് തിരിച്ചെടുക്കാമല്ലോ. ഈ കമ്പനിയുടെ പേര് മാറ്റി തീരാന്ന് പ്രശ്നമുള്ളൂ. എനിക്കിതെല്ലാം കൂടെ മാറ്റി ഈ കമ്പനി ഡിസോൾവ് ചെയ്തിട്ട് വേറെ കമ്പനി ഇട്ട് കഴിഞ്ഞാലും കാര്യം തന്നെയാണ്. ഒരേ ഓപ്പറേഷൻസ്, ഒരേ കാർഡ് മെഷീൻസ്, ഒരേ ബാങ്ക് അക്കൗണ്ട് എല്ലാം പേര് മാറുന്നുള്ളൂ. ട്രേഡ് നെയിം പറഞ്ഞാൽ ഡയറക്ടറെ മാറ്റും. അതോടെ ആ പ്രശ്നം തീരും. ഇവിടെ ഓപ്ഷൻസ് ഒരുപാടുണ്ട്. ആദ്യം എനിക്ക് ഇതിനുള്ളിൽ കിടക്കുന്ന ഇത് എന്താണ് എങ്ങനെയാണെന്നുള്ള സ്ട്രക്ചർ ഞാൻ റീസ്ട്രക്ചർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ എനിക്ക് എൻ്റെ കൂടെ അങ്ങനെ പിന്നെ ഞാൻ പറഞ്ഞു എൻ്റെ വാക്കുകൾ ഒന്നുകൂടെ സൂക്ഷിച്ചു. എൻ്റെ കൂടെ നിൽക്കുന്ന ഉദ്ദേശിച്ചത് ഞാൻ എടുത്ത 6 ഫ്രാഞ്ചൈസിക്കാർ ഉദ്ദേശിച്ചത് 1 ലീഡ്സ്, 1 ലെസ്റ്റർ, 1 നോർത്താംപ്ടൺ, 1 ഗാറ്റ്വിക്ക്, 1 കോവൻട്രി, ഒരാളെ കൂടെ കിട്ടാറുണ്ട്. ആളാണെന്ന് എനിക്കിതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ ഇത്രയും പേരുടെ 6 വണ്ടികളും ഞങ്ങൾ തന്നെ മാർക്കറ്റ് ചെയ്യും. 30,000 പൗണ്ട് സെയിൽസ് ഞങ്ങളെല്ലാം മാസം എടുക്കുകയും ചെയ്യും. മാസം അവർക്കുള്ള റിട്ടേൺസ് ആ രീതിയിലാണ് കൊടുക്കുന്നത്. അതിനിടയ്ക്ക് ബാക്കി എത്ര പേരുണ്ടോ ആർക്ക് വേണം ആ വണ്ടി കൊണ്ട് വേണമെങ്കിൽ പിരിയണമെങ്കിൽ പിരിയാം. അവർക്ക് ഡീറ്റെയിലിംഗ് കമ്പനി നടത്തണമെങ്കിൽ നടത്താം. എന്നിട്ട് ഇപ്പോൾ ഗട്ടർ സർവീസ് പോകണമെങ്കിൽ അത് ചെയ്യാം. എനിക്കും ഒരു മാറ്ററില്ല. കാരണം എനിക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഞാനായിട്ട് ഇനി കളത്തേക്ക് ഇറങ്ങുമ്പോൾ എല്ലാം ക്ലീൻ ആയിട്ട് ഞാൻ ഇറക്കുന്നുള്ളൂ. അപ്പോൾ ഞാനായിട്ട് അതിനോട് ഇറങ്ങിയിരിക്കുന്നത്. അപ്പം അത് വെച്ച് വർക്കൗട്ട് ചെയ്യാം. ഇനിയും പ്രശ്നങ്ങളുണ്ട്. എനിക്ക് ഈ മാസം ഇനി 12 രൂപ കൊടുക്കണം മാർക്കറ്റിങ്ങിന്. കേട്ടല്ലോ. അപ്പോൾ അൻവിന് ശരിക്ക് ആളുകൾക്ക് കാശ് കൊടുക്കാതെ പോകാനുള്ള എല്ലാ വഴികളും അൻവിൻ്റെ മുന്നിലുണ്ട്. അൻവിൻ്റെ വിശ്വസിച്ച് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഓട്ടോസ്പാ കൺസെപ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് പ്രോഫിറ്റൊക്കെ ഉണ്ടാക്കാം. പ്ലസ് ഇവരുടെ വിസ പരിപാടികളൊക്കെ അൻവിൻ ചെയ്തു കൊടുക്കും എന്നുള്ളതൊക്കെ വിശ്വസിപ്പിച്ച് ഇതിലേക്ക് അൻവിനെ മാത്രം വിശ്വസിച്ച് കണ്ടുവന്ന ആളുകളൊക്കെ ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഗോപിക്കുറി മരിച്ചിരിക്കുക. കാരണം അൻവിൻ എൻഡ് ഓഫ് ദ ഡേ കൈ ഉണർത്തുകയാണ്. വിസേൻ്റെ കാര്യം ചോദിക്കുമ്പോൾ കഴിഞ്ഞ ജനുവരിയിൽ 5,000 പൗണ്ട് ഉണ്ടാക്കി കൊണ്ടുവന്നോ അപ്പം തരാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിന് മുന്നേ കൊടുത്ത വാഗ്ദാനങ്ങളോ കുറേ വോയിസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അവർ പറയുന്നുണ്ട്. ദേ ആർ റെഡി ടു സെൻഡ് മീ ഓറൽസ്. ഞാൻ അവരോട് പറഞ്ഞുകൊണ്ട് നിങ്ങൾ പബ്ലിക്കിൽ വീഡിയോ ചെയ്യും. നിങ്ങൾ ഫേസ് ചെയ്ത കാര്യങ്ങൾ ഫസ്റ്റ് മുതൽ ഈ ഓട്ടോസ്പാ കൺസെപ്റ്റ് ആദ്യം എടുത്ത വ്യക്തികൾ മുതലുള്ള ആളുകൾക്ക് നിങ്ങൾക്ക് കൂട്ടം കൂടിയിട്ടോ അല്ലെങ്കിൽ ഒറ്റയ്ക്കൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ എങ്ങനെയാണ് ഈ കോൺസെപ്റ്റ് ഇവൻ സെല്ല് ചെയ്ത ആളുകളെ ഈ സ്കാമിലേക്ക് എത്തിച്ചെന്നുണ്ട് നിങ്ങൾ പറ. ഞാൻ അൻവിനും സംസാരിക്കും. ഞാൻ കംപ്ലീറ്റ്ലി വന്നിട്ട് അൻവിനും ഇങ്ങോട്ട് എതിർത്ത് വലിച്ചു കയറാനല്ല. അൻവിനും സംസാരിക്കും. അൻവിൻ്റെ കയ്യിൽ പ്രൂഫുകളുണ്ടെങ്കിൽ അൻവിനും പറ. അല്ലാതെ അൻവിൻ ഇതിൻ്റെ ഒരു മൊത്തം ഡയറക്ഷൻ വേറെ രീതിക്ക് അൻവിൻ ആരോ തകർക്കാൻ നോക്കുന്നു, തീർക്കാൻ നോക്കുന്നു, ഇല്ലാതാക്കാൻ നോക്കുന്നു, ഇപ്പം അൻവിൻ്റെ അക്കൗണ്ട് ഹാക്ക് ചെയ്യാൻ നോക്കുന്നു പറഞ്ഞ സ്റ്റോറിയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതിനൊരു വേറൊരു തരത്തിൽ എന്തോ ഒരു മാഫിയ അൻവിനെ തീർക്കാൻ നോക്കുന്നു എന്നുള്ള രീതിക്കുള്ളൊരു നറേറ്റീവ് ഒന്നും കൊണ്ടുവരില്ല അൻവിനെ. അൻവിൻ ഇതിനകത്ത് ആകെ ചെയ്യേണ്ടത് ഈ കൺസെപ്റ്റ് അൻവിനെ കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്നുള്ളത് വളരെ എവിഡൻ്റ് ആയിട്ട് എനിക്ക് പേഴ്സണലി മനസ്സിലായി. അൻവിൻ അത് നടത്തി കൊണ്ടുപോകാനുള്ളൊരു കപ്പാസിറ്റി ഒന്നും അൻവിനില്ല. ഈ വണ്ടി കൊടുത്തവർക്കും അത് മനസ്സിലായിട്ടുണ്ട്. അവർക്ക് കിട്ടിയ വണ്ടി അവർ തിരിച്ചു തരുന്നുണ്ട്. അത് വേറെ ആർക്കെങ്കിലും കൊടുത്തിട്ടോ അല്ലെങ്കിൽ സ്ക്രാപ്പ് ചെയ്തിട്ടോ എന്തെങ്കിലും ചെയ്തിട്ടോ അവരതിലിട്ട പൈസ തിരിച്ചു കൊടുത്താൽ തീർന്നില്ല വിഷയം. ഇനി നിനക്ക് എടുക്കേണ്ടതായിട്ടുള്ള രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ എന്താ പറയുക, ഇപ്പോൾ ഒരു സാധനം അങ്ങനെയാണല്ലോ, നമ്മളൊരു ഫ്രാഞ്ചൈസി ഒരാൾക്ക് കൊടുക്കുന്നു, ആ ഫ്രാഞ്ചൈസി അവർ നമ്മളെ തിരിച്ചേൽപ്പിക്കും, നമ്മൾ കൊടുത്ത പോലെ തന്നെ അത് തിരിച്ചു തരണമെന്നാണ്. അതങ്ങനെയല്ല. അതിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ പൈസയ്ക്ക് കിഴിച്ചിട്ട് ആ പൈസ കൊടുത്തവർ സെറ്റിൽ ചെയ്ത് വിട്ടാൽ പോരെ. അല്ലാതെ ഇതിൻ്റെ ഇടയിൽ 100,000 കോംപ്ലിക്കേഷൻസ് കുത്തിക്കയറ്റി ഇവർക്ക് പൈസ കൊടുക്കാത്ത രീതിയിലേക്ക് മാറ്റുന്നത് എന്തിനാണ് അൻവിൻ? അപ്പോൾ ആ കാശ് അൻവിനെ എടുത്ത് വെച്ച് ഉപയോഗിച്ച് അടിച്ചു പൊളിച്ച് നടക്കാനോ? അവിടെയാണ് അപ്പോൾ അത് സ്കാം ആവുന്നത്. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും ഞാൻ അന്ന് പ്രെഡിക്റ്റ് ചെയ്തത് ഇപ്പോൾ ഓൾമോസ്റ്റ് ശരിയായി എന്ന് തോന്നുന്നു. എനിക്ക് പൊട്ടൻഷ്യൽ സ്കാം നടക്കാനുള്ള എല്ലാ ചാൻസും ഉണ്ട് എന്നുള്ളത് ഏറെക്കുറെ ഇപ്പോൾ ഇത് കേൾക്കുമ്പോൾ എനിക്ക് അതാണ്